കൂട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആദിനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല. ഓതും മൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങു ഭഗവാനേ. ജയിക്കുക ജയിക്കുക മഹാദേവ. ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ. ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങൾ ആകവേ. ആഴണം വാഴണം നിത്യം. വാഴണം വാഴണം സുഖം. ശാന്തി ശാന്തി ശാന്തി. നാരായണഗുരുവിൻ്റെ ഈ ദൈവദശകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വരിയാണ്. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. നമ്മുടെ ഉള്ളിലുള്ള ദൈവസങ്കല്പത്തെ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചിട്ടുള്ള അറിവിനെ മുഴുവൻ തകിടം മറിക്കുന്ന ഒരു വാക്കുകളാണ് ഇതൊക്കെ. നമ്മളെപ്പോഴും ദൈവത്തെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുള്ളത് സമാധാനമായിട്ടാണ്. നമ്മൾക്ക് സമാധാനം അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ശാന്തി അനുഭവിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ദൈവമെന്ന് പറയാറ് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാറ്. നമ്മളുടെ പ്രയാസങ്ങളൊന്നും ദൈവമാണെന്ന് നമ്മൾ പറയാറില്ല. അതെല്ലാം ചെകുത്താനാണെന്നോ മാരനാണെന്നോ ഒക്കെയാണ് പറയുക.
പക്ഷെ ഉപനിഷത്ത് ഋഷിയുടെ സങ്കല്പത്തിൽ സാധാരണ സെമിറ്റിക് മതങ്ങളും നമ്മളുടെ ഉപനിഷത്ത് ഋഷിമാരുടെ ദർശനവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, അവിടെ നന്മയെ ദൈവമെന്നും തിന്മയെ ചെകുത്താനെന്നും പറയുമ്പോൾ ഉപനിഷത്ത് ഋഷിമാര് തിന്മയെ മായ എന്നാണ് ഉപയോഗിക്കുക. മായ ഒരു നെഗറ്റീവായിട്ടല്ല പറയുന്നത്. മായ എന്ന് പറയുന്നത് ദേവിയായിട്ടാണ് സങ്കല്പം. നെഗറ്റീവ് എന്ന് പറയുന്ന ഒന്നില്ല. ഇപ്പം ഞാൻ ഹിമാലയത്തിൽ കേദാർനാഥിൽ പോയ സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തും കൂടി പോവാം. ഏറ്റവും പ്രയാസമാണ് അന്ന് കേദാർനാഥിലേക്ക് കയറാൻ. അപ്പം അന്ന് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മുകളിലെത്തുമ്പോഴേക്കും 18 കിലോമീറ്ററോളം നടന്ന് മുകളിലെത്തുമ്പോഴേക്കും നന്നായി ക്ഷീണിച്ചു, തളർന്നു, തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഹിമാലയത്തിൽ പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആഴത്തിലുള്ള അനുഭൂതി ഉണ്ടാവും. ഈ ഒരു ഹിമവാന്റെ ദർശനം കിട്ടുന്നതോടുകൂടി നമുക്ക് ആഴമുള്ള ഒരു ലയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും എന്നൊക്കെയാണ്. പക്ഷേ മുകളിലെത്തുമ്പോഴേക്ക് നമ്മൾ തളർന്നു പോയി, തണുപ്പ് സഹിക്കാനും പറ്റുന്നില്ല. മലയിലേക്ക് നോക്കിയിട്ട് നമുക്ക് മലകളൊക്കെ മൂടിക്കെടുക്കുകയാണ്, ഒന്നും കാണാനില്ല, ചുറ്റും കാർമേഘങ്ങളാണ്. അപ്പം കയറിയ ഉടനെ തന്നെ ഇറങ്ങിപ്പോയാൽ മതി എന്നായി മനസ്സിലുള്ള ചിന്ത. അപ്പം ഞാൻ കൂടുതലുള്ള സുഹൃത്തിനോട് പറഞ്ഞു, ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, നമുക്ക് ഇറങ്ങിപ്പോവാം, ഫുൾ മഴയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒന്ന് ക്ഷമിക്കേ, നിങ്ങൾ ഏതായാലും നമ്മൾ ഇത്രയും കിലോമീറ്ററുകൾ കയറി വന്നല്ലോ, അതുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥമാവാതെ കുറച്ചൊന്ന് ക്ഷമിക്കേ. പിന്നെ ഞങ്ങൾ നേരെ നമുക്കൊന്ന് ക്ഷേത്രത്തിലേക്ക് പോവാം. നേരെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ 2 സൈഡിലും കടകളാണ്. അപ്പോൾ അവിടെ ഒരു ദരിദ്രനായിട്ടുള്ള ഒരു ഭിക്ഷാന്തേഹിയായിട്ടുള്ള ഒരു മനുഷ്യൻ, അല്പവസ്ത്രധാരിയായിട്ടുള്ള ഒരു മനുഷ്യൻ, കുറച്ചൊരു മാനസിക വിഭ്രാന്തിയുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കടക്കാരൻ ഒരു ചെരുപ്പെടുത്തിട്ട് അയാളെ എറിയാണ്. അപ്പം അത് കണ്ടതോടുകൂടി ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെട്ടു. ഇനി ക്ഷേത്രത്തിലും പോകണ്ട, ആരെയും കാണണ്ട, ഹിമാലയവും കാണണ്ട, ഇതിൻ്റെ മുകളിൽ വന്ന് ജീവിച്ചിട്ട് പോലും മനുഷ്യരെന്താണ് ഇത്രയും ക്രൂരരായിട്ടിരിക്കുന്നത്, ആകെ ഉള്ളിൽ വിഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു, മൊത്തത്തിൽ ആകെ ചടച്ചുപോയി, നമുക്ക് ഇറങ്ങാം, ഇനി ഈ തണുപ്പൊന്നും സഹിക്കാൻ പറ്റില്ല. അപ്പോഴും ആൾ ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് ക്ഷമിക്കേ, ഏതായാലും ഇത്രയും ദൂരം വന്നതല്ലേ. ഞാൻ പറഞ്ഞു, ഇവിടെ നമുക്ക് ഹിമാലയവും കാണാൻ പറ്റില്ല, എല്ലാം മൂടിക്കിടക്കുകയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല, ആകെ ഒരു പുകമറ മാത്രമേ ഉള്ളൂ. അവസാനം നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ പുറം ഭാഗത്തൂടെ ഇങ്ങനെ ക്ഷേത്രത്തെ വലം വയ്ക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വരാം. അങ്ങനെ നമ്മളത് ഇങ്ങനെ വലം വെച്ച് മെല്ലെ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലെത്തിയപ്പോൾ പെട്ടെന്നൊരു കാറ്റടിച്ചു. ചെറിയൊരു കാറ്റാണ്, പക്ഷെ ആ ഒരു കാറ്റിൽ ആ കാർമേഘങ്ങൾ മുഴുവൻ, മഞ്ഞ് മുഴുവൻ അങ്ങ് അകന്നുപോയി. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും മനോഹരമായൊരു ദൃശ്യം ഞാൻ അതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ല. അത് നമ്മളൊരു ഹിമാലയ പർവ്വത നിരകൾ, തനി വെള്ളിയിൽ വാർത്തെടുത്തതുപോലെയുള്ള ഹിമാലയ പർവ്വത നിരകൾ കണ്ണിൻ്റെ തൊട്ട മുൻപിൽ കയ്യെത്തി തൊടാവുന്ന തരത്തിൽ അടുത്ത് നിൽക്കുന്നത് പോലെ അങ്ങ് തെളിഞ്ഞങ്ങ് വന്നു. ആകാശം മുഴുവൻ അങ്ങ് നീല നിറത്തിലായി, ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നീലാകാശം. ആ വളരെ ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള ആ ഒരു നീലാകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹിമാലയ മലനിരകൾ മുഴുവൻ ഇങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പോൾ ഈ ജീവിതത്തിൽ അതുവരെ ഞാൻ കയറി വരുമ്പോൾ ഞാൻ അനുഭവിച്ചിരുന്ന എൻ്റെ അസ്വസ്ഥതകളും എൻ്റെ നീരസങ്ങളും എൻ്റെ സംഘർഷങ്ങളും എൻ്റെ നിരർത്ഥകതയും ഞാൻ എൻ്റെ കാല് പൊട്ടി അനുഭവിച്ചിരുന്ന വേദനയും എല്ലാം എങ്ങനെയാണോ ഈ കാർമേഘങ്ങൾ ഒഴുകിപ്പോയത് അതുപോലെ എൻ്റെ ഉള്ളിൽ നിന്നും ഒഴുകിപ്പോയി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടല്ല, ഒരൊറ്റടിക്കാണ് പോണേ, സ്റ്റെപ്പൊന്നുമില്ല, ഉള്ളങ്ങ് തെളിഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് എന്നെ നോക്കി ചിരിച്ചു. ഞങ്ങൾ എന്നിട്ട് അങ്ങനെ തിരിച്ച് റൗണ്ട് ചെയ്ത് വരുന്ന സമയത്ത് കേദാർനാഥിലെ മുഖ്യ പൂജാരി അദ്ദേഹം അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ക്ഷണിച്ചു. പിന്നെ അദ്ദേഹം തന്നെയാണ്
അവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്നത്. പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളെയും കൊണ്ടുപോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഗർഭഗൃഹത്തിലേക്ക്, സാധാരണ പൂജാരിമാരെ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റൂ. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സന്തോഷമേ ഉള്ളൂ, നിർബന്ധമില്ല. കാരണം നമ്മളുടെ ഒരു ഇവിടുത്തെ ഒരു സിസ്റ്റത്തിന് എതിരാണെങ്കിൽ വേണ്ട. പറഞ്ഞു, സിസ്റ്റം ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് കയറാം. അദ്ദേഹം എന്നെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയോ ആരാണെന്ന് എന്താണെന്ന് പറയുക ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഴത്തിലൊരു ഫീൽ. അങ്ങനെ ആളതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി. അന്ന് ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടൊരു ബ്രഹ്മകമലം, വളരെ അവിടെയുള്ള ഹിമാലയത്തിലുണ്ടാകുന്നൊരു പൂവാണ്, ആ ബ്രഹ്മകമലമൊക്കെ തന്നു. അപ്പം എന്നോട് പറഞ്ഞു, വേണമെങ്കിൽ ഒന്ന് തൊട്ടിട്ട് വേണമെങ്കിൽ നമസ്കരിക്കാം. സാധാരണ ഒന്നും തൊടാനൊന്നും ആരെയും സമ്മതിക്കില്ല അവിടുത്തെ പ്രതിഷ്ഠ. അങ്ങനെ തൊട്ട് നമസ്കരിച്ചു, പുറത്തു വന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു 3-4 ദിവസം താമസിച്ചത്. വളരെ ആഴത്തിൽ അറിവുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഞങ്ങൾ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങളിലൊന്ന്, ഏറ്റവും ഹൃദ്യമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്ന സന്ദർഭങ്ങൾ ഒക്കെ ആയിരുന്നു ആ സമയം. ഞാൻ ഈ മന്ത്രം ചൊല്ലുമ്പോൾ, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരിനും എന്ന ഈ ഒരു മന്ത്രം ചൊല്ലുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ആദ്യം വന്നെന്നറിയാം ഈ ഒരു സന്ദർഭമാണ്. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതമൊക്കെ എങ്ങനെയാണ്. ഗുരുക്കന്മാർ പറയുന്ന ഒരു ദർശനം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ, ഇനി എൻ്റെ ജീവിതം മുഴുവൻ മാറേണ്ടതുണ്ട് എന്നും, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി പ്രശാന്തമായിട്ടുള്ള ആനന്ദപൂർണമായ ഒരു ജീവിതം ഉണ്ടാവണം, ആയിത്തീരേണ്ടതുണ്ടെന്നുള്ള ഒരു ലക്ഷ്യമല്ല നമുക്കുണ്ടാവുക. ഗുരുക്കന്മാരുടെ റിയലായിട്ടുള്ള ദർശനം മനസ്സിലാക്കുമ്പോൾ, പരമമായ ആത്മാവിൽ നിറഞ്ഞുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന അറിവാണ് ഉണ്ടാവുക. ഇനി എൻ്റെ ജീവിതം മാറിയിട്ട് അനുഭവിക്കേണ്ട ഒന്നല്ല സമാധാനം. ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രതിസന്ധികളും വിഷമങ്ങളും സങ്കടങ്ങളും ആനന്ദങ്ങളും ഇതെല്ലാം നിറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം ഒരു ആത്മജീവിതം തന്നെയാണ്. ഇനി എനിക്കിതിൽ നിന്നും മാറി മറിയാനൊന്നുമില്ല. ഇതിനെ ആസ്വദിച്ചാൽ മതി, ഇതിനെ അനുഭവിച്ചാൽ മതി എന്ന അറിവാണ് ഋഷിനാഥ് നമുക്ക് പകരുന്നത്. ഇപ്പം ഞാൻ ആ ഒരു ഹിമാലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ മഴയും ആ ഒരു കാർമേഘങ്ങളും ആ ഇരുളടഞ്ഞ അന്തരീക്ഷവും എൻ്റെ ബോധത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് പറയുന്നതിനാണ് മായ എന്ന് പറയുന്നത്. ഞാൻ അസ്വസ്ഥനായി. എൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഉണ്ടായിരുന്ന എല്ലാ പ്രശാന്തിയും മാഞ്ഞുപോയി. ഒരു കാർമേഘം, എങ്ങനെയാണോ പുറത്ത് കാർമേഘം വന്ന് മൂടിക്കിടക്കുന്നത്, അതേപോലെ തന്നെ എൻ്റെ അകത്തും കാർമേഘം വന്ന് എൻ്റെ ബോധത്തെ മൂടിക്കളഞ്ഞു. എന്നിട്ട് അത് എന്നെ ഇട്ട് ഒരു മായാവിയെപ്പോലെ എന്നെ ഇട്ട് കളിക്കാൻ തുടങ്ങി. ഒരു മായാവി വന്നിട്ട് എങ്ങനെയാണോ മായാവിനോദനായിട്ട് നമ്മളെ ഇട്ട് കളിക്കുന്നത്, അതുപോലെ എൻ്റെ മനസ്സിനെ ഇട്ട് കളിപ്പിക്കാൻ തുടങ്ങി. ഇത് ശരിയല്ല, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ പറയാൻ തുടങ്ങി. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ കാർമേഘങ്ങളെല്ലാം മാറിപ്പോയി, മായ മാറി, അവിടെ ധന്യത വന്ന് നിറഞ്ഞു. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ പഠിച്ചു വെച്ചിട്ടുള്ളത്, അറിഞ്ഞു വെച്ചിട്ടുള്ളത്, അനുഭവിച്ചു വെച്ചിട്ടുള്ളത്, ഈ എല്ലാ മായയും മാറി ധന്യത വന്ന് നിറയുന്നതിനെ മാത്രമാണ് നമ്മൾ ദൈവം എന്ന് പറയാറ്. പക്ഷേ ഗുരുക്കന്മാർ നമ്മളോട് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ ആദ്യം വന്ന് നിറഞ്ഞ കാർമേഘവും ആ കാർമേഘം നമ്മളായിട്ട് കളിപ്പിക്കുന്നതും
അത് നമ്മളെ കൊണ്ട് പലതരത്തിലുള്ള വേണ്ടതും വേണ്ടാത്തതുമായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതും അവസാനം അതെല്ലാം മാറി ധന്യത വന്ന് നിറയിക്കുന്നതും ഇതെല്ലാം ദൈവം തന്നെയാണെന്നാണ്. പക്ഷെ ഇതിനെല്ലാം ദൈവമായി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ഞാനിപ്പോൾ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രയാസത്തിന് ശാരീരികവും മാനസികവും ബുദ്ധിപരവും സാമൂഹികവും പ്രാരബ്ധവും ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളായി നമ്മൾ തേറിക്കൊണ്ടുവന്നിട്ടുള്ള ജനിതകപരമായ കാരണങ്ങളും ജനിച്ചതിന് ശേഷം എൻ്റെ ചിന്ത കൊണ്ടും എൻ്റെ വാക്കുകൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടും ഞാൻ കുത്തി നിറച്ചിട്ടുള്ള കാരണങ്ങളും ഞാൻ ആരൊക്കെയായിട്ടാണോ ജീവിതത്തിൽ ഇടപഴകുന്നത് ആ ഇടപഴകുന്ന മനുഷ്യരും കുടുംബ പശ്ചാത്തലവും സാമൂഹിക പശ്ചാത്തലവും ഒക്കെ ചേർന്ന് പല കാരണങ്ങളാലാണ് എൻ്റെ ബോധത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത്. ഞാൻ ഉണ്ടാക്കുന്നതല്ല. അപ്പം അവിടെ ഒരു ഗുരു നമ്മളോട് വന്ന് പറയുന്നത്, നമുക്ക് അസ്വസ്ഥതയുണ്ടാകുമ്പോൾ ആ അസ്വസ്ഥതകളിൽ അസ്വസ്ഥരാവാതെ കുറച്ച് സമയം ഒന്ന് കാത്തിരിക്കാനാണ്. ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന ഒരു സൂഫി വര്യൻ പറയും, സൂര്യനെ മറച്ച് കാർമേഘത്തിന് അധിക സമയം നിൽക്കാനാവില്ല. ഒന്നുകിൽ കാറ്റ് വന്ന് ആ കാർമേഘത്തെ അടിച്ചു മാറ്റും, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ആ കാർമേഘം സ്വയം ചിതറിപ്പോകും. എന്നിട്ട് സൂര്യൻ അവിടെ പ്രകാശിച്ച് നിൽക്കും എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ബോധത്തിൽ അസ്വസ്ഥതയ്ക്ക് ഒരിക്കലും അധിക സമയം തങ്ങി നിൽക്കാനാവില്ല. നമ്മളുടെ ബോധ സൂര്യനെ മറിച്ച് നമ്മളുടെ അസ്വസ്ഥത മായയ്ക്ക് ഒരിക്കലും അധിക സമയം തങ്ങി നിൽക്കാനാവില്ല. പക്ഷെ അത് അറിയണമെങ്കിൽ നമ്മൾ സമയം കൊടുക്കാൻ തയ്യാറാവണം. പക്ഷെ നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് അനുഭവമല്ല നമ്മളെ ദുഃഖിപ്പിക്കുന്നത്, അനുഭവത്തെ പേറിക്കൊണ്ട് നടക്കുന്ന മനസ്സാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. നമുക്കൊരു ദുഃഖമുണ്ടായി, ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞു, വളരെ മോശമായിട്ട് നമ്മളോട് സംസാരിച്ചു, നമ്മൾ അസ്വസ്ഥരായി. നമ്മൾ എത്ര പരിശ്രമിച്ചാലും ആ അസ്വസ്ഥതയ്ക്ക് അധികം സമയം ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പുറത്തെ ഒരാളെ കണ്ട് അയാളോട് വർത്തമാനം പറഞ്ഞാൽ ഇതങ്ങ് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് വിടില്ല. അസ്വസ്ഥത നമ്മളിൽ നിന്ന് പോയാലും ആ അസ്വസ്ഥതയെ കയറി പിടിച്ച് ഞാൻ അങ്ങനെ എൻ്റെ അസ്വസ്ഥതയെ വിടില്ല എന്ന് നമ്മൾ തീരുമാനിക്കും. എന്നിട്ട് ആ അസ്വസ്ഥതയെ, എന്നാലും അയാൾ എന്നോട് അങ്ങനെ പെരുമാറുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ മുകളിൽ ചിന്തിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സങ്കടം സത്യമായ സങ്കടങ്ങളല്ല, നമ്മൾ സൃഷ്ടിക്കുന്ന സങ്കടങ്ങളാണ്. ഈ സൃഷ്ടിക്കുന്ന സങ്കടങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിലുള്ള സങ്കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ പ്രയാസം. കാരണം നമ്മുടെ ബോധത്തിൻ്റെ ഒരു സ്വഭാവം ഒന്നിനെയും സ്ഥിരമായി നിലനിർത്താൻ ബോധത്തിന് ഇഷ്ടമല്ല. ഏത് ഇമോഷനും, കാമമാവട്ടെ, ക്രോധമാവട്ടെ, ലോഭമാകട്ടെ, മതമാത്സര്യം, അഹങ്കാരം, നമ്മളൊക്കെ ഒരാൾക്ക് എപ്പോഴും ഈഗോയിസ്റ്റിക് ആയിട്ടിരിക്കാൻ പറ്റില്ല, വിചാരിച്ചാൽ പോലും പറ്റില്ല. ഒരു അഹങ്കാരിയായിട്ട് ചില സന്ദർഭങ്ങളിൽ മാത്രമേ നമുക്ക് അഹങ്കാരിയാവാൻ പറ്റൂ. ഒരു സിറ്റുവേഷൻ വരും, കുറച്ച് സമയം കഴിഞ്ഞാൽ അതില്ലാതായി പോകും. നാരായണഗുരു പറയും, അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. ഏതൊന്നിനെയാണോ നമ്മളിൽ നിന്ന് ഇല്ലാതെ ആക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊരിക്കലും അവിടെ സ്ഥിരമായി നിൽക്കുന്നതല്ല. ഏതൊന്നിനെയാണോ നമ്മളുടെ ബോധത്തിൽ സ്ഥിരമായി നിലനിർത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതവിടെ എന്നും സ്ഥിരമായി നിൽക്കുന്നതാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളുടെ സമാധാനം, ധാരമുറിയാതെ സമാധാനം നൽകുന്ന ആത്മപൊരുൾ നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണമെന്നാണ്. അതതിന് എവിടെയും പോകുന്നില്ല. അത് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്, എനിക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് കേൾക്കാൻ പറ്റുന്നത്, എനിക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും എൻ്റെ ബോധത്തിൽ
കൃത്യമായിട്ട് എൻ്റെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അപ്പം എൻ്റെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെയും എൻ്റെ ഇന്ദ്രിയങ്ങളെയും സദാ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ ആത്മസൂര്യൻ ഒരിക്കലും കെട്ടുപോകാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും കെട്ടുപോവാതിരിക്കുന്ന ആത്മബോധത്തെ സ്ഥിരമായി നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അറിവില്ലാത്തവരാണ്. നമ്മൾ ശ്രമിക്കേണ്ടതല്ല. ആനന്ദം എന്ന് പറയുന്നത്, ആത്മബോധം എന്ന് പറയുന്നത് ഒരു ജീവൻ്റെ സഹജാവസ്ഥയാണ്, നമ്മൾ ഉണ്ടാക്കേണ്ടതല്ല. ഇനി രണ്ടാമത്, നമ്മൾ ശ്രമിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും നമ്മളുടെ അഹങ്കാരത്തെ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അഹങ്കാരം ഇല്ലാതാക്കാൻ. ആർക്കാണ് അഹങ്കാരത്തോടു കൂടി എപ്പോഴും ഇരിക്കാൻ പറ്റുക? ഏതെങ്കിലും ഒരു ദുഃഖത്തെ സ്ഥിരമായി സ്വാഭാവികമായി പേറി നടക്കാൻ നമുക്ക് പറ്റില്ല. അകലും അഹന്ത അനേകമാകയാൽ. കാരണം ഒരു ഭാവം മാറി മറ്റൊരു ഭാവം വരും, ആ ഭാവം മാറി മറ്റൊരു ഭാവം വരും. ഇങ്ങനെ മാറി മറിഞ്ഞ് ഭാവങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് ബോധത്തിനുള്ളത്. അതുകൊണ്ട് എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കാൻ കഴിയുന്ന ഒരാളുണ്ടായിട്ടില്ല. എപ്പോഴും വെറുപ്പോട് കൂടിയിരിക്കാൻ, എപ്പോഴും നീരസത്തോടു കൂടിയിരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോഴെന്താണ് പിന്നെ ചെയ്യേണ്ടത്? ഒരിക്കലും നമ്മളുടെ ഉള്ളിൽ കാമക്രോധ ലോഭ മത മാത്സര്യങ്ങളുടെ ലോകങ്ങളൊന്നും സ്ഥായിയായി നിൽക്കില്ല എന്നും, എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ മാറിപ്പോകുമെന്നും അറിഞ്ഞാൽ പിന്നെ നമുക്കാകെ ചെയ്യാനുള്ളത് സമയം കൊടുക്കലാണ്. നമ്മളെ ഇല്ലാതാക്കണ്ട ഒന്നും. നമ്മുടെ ഉള്ളിലെ വെറുപ്പില്ലാതാക്കണ്ട, നമ്മുടെ ഉള്ളിലെ ഈഗോ ഇല്ലാതെയാക്കണ്ട, നമ്മുടെ ഉള്ളിലെ ദേഷ്യം ഇല്ലാതെയാക്കണ്ട, നമുക്കൊരാളോട് അസൂയ തോന്നിയാൽ ഇല്ലാതെയാക്കണ്ട. കാരണം എന്താ? നമ്മൾ ഇല്ലാതെയാക്കേണ്ട ആവശ്യമില്ല, അത് തനിയെ ഇല്ലാതെയാവും. നമ്മൾ സമയം കൊടുത്താൽ മതി, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ കാരമട, കോയമ്പത്തൂർ കാരമടയിൽ ആശ്രമത്തിൽ താമസിക്കുന്ന കാലത്ത് എൻ്റെ അനിയനും വൈഫും മകളും കൂടി കുറച്ച് നാളോടെ വന്ന് താമസിച്ചിരുന്നു. അവർക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ടായിട്ട്. അപ്പോൾ അവൾക്കന്ന് 4 വയസ്സാണ്. അപ്പോൾ അവൾ വളരെ മിടുക്കിയാണ്. കാരണം ഒരു ആശ്രമാന്തരീക്ഷത്തിൽ കഴിയുമ്പോൾ അവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. അവളാണെങ്കിൽ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, നല്ല തെളിച്ചാണ്. അപ്പം ഞാൻ എന്നെപ്പോലെ തന്നെ ഈക്വലായിട്ടാണ് ഞാൻ അവളോട് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യാം. ഒരു ദിവസം മുറിയിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിൻ്റെ ഉള്ളിലുള്ളൊരു മറുപടി എന്നോട് പറയണം. അത് ചോദിച്ചാൽ എന്താണ്? കാരണം എനിക്ക് ഫോൺ വരുന്നത് 90% ഫോൺ വരുന്നത് ദേഷ്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. ദേഷ്യത്തെ അടക്കാൻ പറ്റുന്നില്ല, അതിനെന്താണ് ചെയ്യുക? നിൻ്റെ അഭിപ്രായത്തിൽ, 4 വയസ്സായ കുട്ടിയോടാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്, നിൻ്റെ അഭിപ്രായത്തിൽ ദേഷ്യത്തെ അടക്കാൻ എന്താ ചെയ്യുക? അവളിൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട്, ഷൗക്കത്തുപ്പ ശരിക്കും ചോദിക്കുകയാണോ? ഞാൻ പറഞ്ഞു, അതിനെ ഷൗക്കത്തുപ്പ എന്നാണ് വിളിക്കുക. ഞാൻ പറഞ്ഞു, അത് ഞാൻ ശരിക്കും ചോദിക്കുകയാണ്, നീ കസേരയിലിരിക്കും, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അവൾ കസേരയിലിരുന്നു, നീണ്ടു നിവർന്നിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് ദേഷ്യം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് അവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അല്ല, ദേഷ്യം വന്നാൽ നാമം ചൊല്ലിയിട്ടൊരു കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ക്ഷേത്രത്തിൽ പോയിട്ടും കാര്യമില്ല. ലോകത്ത് പ്രാർത്ഥിച്ചിട്ട് ദേഷ്യം മാറിയ ആരുമില്ല. നമ്മൾ ആ ഒരു 4 വയസ്സുള്ള കുട്ടി എന്നോട് സംസാരിക്കുന്നത് വേദാന്ത ശാസ്ത്ര. ആ കുട്ടി അറിയാതെ പറയുന്നു. നമ്മൾക്ക് അസ്വസ്ഥതയുണ്ടാകുന്ന ഏതൊരനുഭവം ഉണ്ടായാലും നമ്മളുടെ ശരീരത്തെ അവിടെ നിന്ന് മാറ്റുക. മനസ്സിനെ മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ശരീരത്തെ മാറ്റാൻ പറയുന്നത്. മനസ്സ് മാറ്റാൻ പറഞ്ഞാലൊന്നും നടക്കില്ല. കാരണം മനസ്സിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല. പക്ഷെ ശരീരത്തെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ കുട്ടി പറയുന്നത്, ഷൗക്കത്തുപ്പ അവിടുന്ന് മാറി നിൽക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരാൾക്ക് ദേഷ്യം വന്നാൽ ഒരിക്കലും അവിടുന്ന് മാറി നിൽക്കില്ലല്ലോ. ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോകുന്നേ നമ്മളൊക്കെ പറയും. ദേഷ്യം വന്നാൽ മാറി നിൽക്കുന്ന ആരുമില്ല. ദേഷ്യം വന്നാൽ ദേഷ്യം പിടിച്ച് പരമാവധി പിടിച്ച് അവിടെ നിന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകും. ഇപ്പം അതാണ് മായാവിനോദം
ഒരു മായ വന്ന് പിടികൂടുന്നത് പോലെയാണ് ദേഷ്യം. അപ്പോൾ എന്നോട് ആ മോള് എന്നോട് പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പം എന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഷൗക്കത്തുപ്പാട്? അപ്പോൾ ഇവർ ചോദിച്ചോ. ഞാനിവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. എന്നിട്ട് ഷൗക്കത്തുപ്പ വിരൽ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ തീയുടെ അടുത്തെത്തുമ്പോൾ ഷൗക്കത്തുപ്പ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വിരൽ വലിക്കും. അതെന്നെ ഞാനും പറയുന്നുള്ളൂ. ദേഷ്യം പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചൂടാവുക എന്നല്ലേ? നമ്മൾ ചൂടാവുക എന്നല്ല പറയാ. അപ്പോൾ നമ്മൾ ചൂടായാൽ നമ്മൾ വിരൽ പിന്നിലേക്ക് വലിക്കുന്നത് പോലെ ചൂടായാൽ അവിടെ നിന്ന് നമ്മൾ ശരീരത്തെ മാറ്റി നിർത്തണം. ശരീരമാണ് ഈ വിരൽ. ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നിട്ട് നടക്കാൻ പോകണം, അവിടെ നിൽക്കരുത്. പിന്നെ അവൾ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, പിന്നെ തണുത്ത വെള്ളം കുടിക്കണം. അപ്പോൾ ചോദിച്ചാൽ എന്തിനാ തണുത്ത വെള്ളം കുടിക്കുന്നത്? ശരീരം നമുക്ക് ചൂടായിരിക്കല്ലേ. അപ്പോൾ തണുത്ത വെള്ളം കുടിച്ചാൽ ദേഷ്യം കുറയും. സത്യം കേട്ടോ, പരീക്ഷിക്കാവുന്നതാണ് എല്ലാവർക്കും. ഈ ഐസ്ക്രീം കഴിച്ചിരിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ ഏറ്റവും ഭംഗിയുള്ള മുഖം കാണാൻ ഐസ്ക്രീം കഴിക്കുമ്പോഴാണ്. കുട്ടിനെ പോലെ ഉണ്ടാവും. കാരണം തണുപ്പ് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ വളരെ സൗമ്യരാണ്. അപ്പം എന്താണ് ഈ കുട്ടി പറയാൻ ശ്രമിച്ചത്? എന്നാൽ ദേഷ്യത്തെക്കുറിച്ച് അറിയാനോ ദേഷ്യത്തെ ഒബ്സർവ് ചെയ്തിരിക്കാനോ ഒന്നുമല്ല പറയുന്നത്. അവിടുന്ന് മാറി നിൽക്കുക. ഇതിനെയാണ് പണ്ട് കാലത്ത് ഋഷിമാർ വാനപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം 4 വാക്ക് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളുടെ ധാരണ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതിന് ബ്രഹ്മചര്യം എന്നും, കുടുംബക്കായിട്ട് ജീവിക്കുന്നതിന് ഗാർഹസ്ഥ്യം എന്നും, അതൊക്കെ കഴിഞ്ഞ് കുടുംബത്തിൽ നിന്നൊക്കെ മാറി കാട്ടിൽ പോയി താമസിക്കുന്നതിന് വാനപ്രസ്ഥം എന്നും, കാട്ടിൽ കുറേ നാൾ താമസിച്ച് പിന്നെ നമ്മളൊരു കഷായമൊക്കെ ധരിച്ച് ജീവിക്കുന്നതിന് സന്യാസം എന്നുമാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത്. ഇതേ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഋഷിമാർ പത്നി സമേതം കാനനത്തിൽ ജീവിച്ചിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഋഷിമാരൊന്നും സന്യാസിമാരല്ലേ? അവർ ഭാര്യമാരോട് കൂടെ കാട്ടിൽ താമസിച്ചിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഗുരുകുലത്തിലെത്തിയതിന് ശേഷം ഗുരുനിത്യയുടെ അടുത്തിരുന്നിട്ടാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളതൊന്നുമല്ല ഋഷി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് ജനനി നവരത്നം ഇതിലേക്ക് കടക്കാതിരിക്കുകയാണ് കേട്ടോ. അവിടെ വേറെ വിഷയം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത്. ബ്രഹ്മചര്യ എന്ന് പറഞ്ഞ വാക്കിന് ഒറ്റ അർത്ഥമുള്ളൂ. ബ്രഹ്മം എന്ന് പറഞ്ഞ വാക്കിന് ബൃഹത്തായി കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതായത് വികസിച്ചു കൊണ്ടിരിക്കുന്നത് ഏതോ അത് ബ്രഹ്മം. നമ്മൾ സുഖം എന്നും ദുഃഖം എന്നും 2 വാക്ക് കേട്ടിട്ടുണ്ട്. ധൂ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയിരിക്കുക എന്നർത്ഥം. സു എന്ന് പറഞ്ഞാൽ വികസിച്ചിരിക്കുക എന്നർത്ഥം. ഘം എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ്. നമ്മൾക്ക് ദുഃഖമുണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ എന്നും എൻ്റേത് എന്നതിനെ മാത്രം കേന്ദ്രമാക്കിയിരിക്കുന്നവർ എന്ത് അനുഭവം ഉണ്ടായാലും ദുഃഖിതരായിരിക്കും. കാരണം അവരുടെ ബോധാകാശം ചുരുങ്ങിയിരിക്കുകയാണ്. നമ്മളുടെ ബോധാകാശം ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ദുഃഖ. നമ്മളുടെ ബോധാകാശം എപ്പോഴാണ് വികസിച്ചിരിക്കുന്നത് അതിന് പറയുന്ന പേരാണ് സുഖ. ഏറ്റവും യാതൊരു അതിരുമില്ലാത്ത തരത്തിൽ ഏറ്റവും വികസിതമായ ബോധാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബ്രഹ്മം. ഏറ്റവും ബൃഹത്തായ ആകാശത്തോടു കൂടിയിരിക്കുന്ന അവസ്ഥ. പക്ഷെ നമ്മളുടെ ചര്യകളൊക്കെ നമ്മളുടെ ജീവിതത്തിലെ നമ്മുടെ ചിന്തയും നമ്മളുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും എല്ലാം എൻ്റെ താല്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതായത് നമ്മളൊക്കെ ഏറ്റവും ഞാനെന്നും എൻ്റേതെന്നും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള 4 or 5 പേരും എന്നും പറയുന്ന ഒരു ചെറിയ വട്ടത്തെ വെച്ചുകൊണ്ട് അതിൻ്റെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചര്യയിൽ ഏർപ്പെടുന്നവരാണ്. പക്ഷെ അങ്ങനെ ഏർപ്പെടുന്ന ഒരാൾക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. സ്വസ്ഥത ഉണ്ടാവണമെങ്കിൽ ഒരാൾ ബ്രഹ്മചാരി ആവണം.
നമ്മൾ ഇന്നലെ പറഞ്ഞു, ഞാൻ എൻ്റെ തല പറയുന്നത് പോലെ ജീവിച്ചപ്പോൾ എനിക്ക് അസ്വസ്ഥതയുണ്ടായി. അങ്ങനെ ഞാൻ ഗുരുവിൻ്റെ കാൽക്കൽ എൻ്റെ തല കൊണ്ടുപോയി സമർപ്പിച്ച് ഞാൻ ഗുരുവിനോട് പറഞ്ഞു, ഇനി ഗുരുവിൻ്റെ തല പറയുന്നത് പോലെ എൻ്റെ പാദങ്ങളെ ചലിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ നാളെ മുതൽ ബ്രഹ്മചാരി ആയിക്കൊള്ളാം. ഇനി ഞാൻ എന്ത് ചിന്തിക്കുമ്പോഴും എന്ത് പറയുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ജാതിയിൽപ്പെട്ടവർ, എൻ്റെ മതത്തിൽപ്പെട്ടവർ, എൻ്റെ ദേശത്തിൽപ്പെട്ടവർ എന്ന സങ്കുചിതമായ ചിന്ത വെച്ചുകൊണ്ട് ചെയ്യില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരുൾപ്പെടുന്ന സർവ്വ ജീവജാലങ്ങളുടെയും, ഞാനും ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതിൻ്റെയും നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കും ഞാനിനി ചിന്തിക്കുക, ഞാനിനി സംസാരിക്കുക, ഞാനിനി പ്രവർത്തിക്കുക എന്ന് തീരുമാനിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് ബ്രഹ്മചാരി. ബൃഹത്തായ ഒരു ബോധാകാശത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി തൻ്റെ ചിന്ത, വാക്ക്, പ്രവൃത്തി എന്ന ചര്യയെ പുനഃപ്രതിഷ്ഠിക്കുന്ന ആൾക്ക് പറയുന്നതാണ് ബ്രഹ്മചാരി. ബ്രഹ്മചാരിക്കുണ്ടായിരിക്കേണ്ട ആദ്യത്തെ ഗുണം, അയാൾ ഗൃഹസ്ഥനായിരിക്കണം. ഏത് ഗൃഹസ്ഥൻ? അവനവൻ്റെ ഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്നവനായിരിക്കണം. മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾക്ക് നമ്മളെക്കുറിച്ച് മാത്രമാണ് അറിയാത്തത്, ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ നമുക്കറിയാം. നമ്മളുടെ മനസ്സ് എപ്പോഴും സ്ഥിതി ചെയ്യുന്നത് അന്യരുടെ ഗൃഹങ്ങളിലാണ്. മറ്റുള്ളവരുടെ ഗൃഹങ്ങളിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പുറത്തിരിക്കുന്ന ആളുടെ ഒരു വാക്ക്, അപ്പുറത്തിരിക്കുന്ന ആളുടെ ഒരു ചിന്ത, അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ പ്രവൃത്തിയാണ് എൻ്റെ ഗൃഹത്തെ നിയന്ത്രിക്കുന്നത്. ഒരാളൊരു നമുക്കിഷ്ടമില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ നമ്മളുടെ ഗൃഹം അസ്വസ്ഥമാവും. മറ്റുള്ളവർ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ഗൃഹം സ്വസ്ഥമാവും. ഇപ്പം എൻ്റെ ഗൃഹത്തെ നിയന്ത്രിക്കുന്നത് ഞാനല്ല. എൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതയും എൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതയും എല്ലാം ഞാൻ നാട്ടുകാരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. അതിൻ്റെ അധിപൻ ഞാനല്ല. പണ്ട് നടരാജഗുരു നിത്യൻ എന്തോ കാര്യത്തിന് പിണങ്ങി ഗുരുകുലം വിട്ടുപോകാൻ നിൽക്കുമ്പോൾ നടരാജ് ഒരു മുഖത്തൊരൊറ്റടിയും കൊടുത്തു. അപ്പോൾ യേശു ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ച് മറ്റേ കവള് കാണിച്ചു കൊടുത്തു. അപ്പോൾ നടരാജ് ഒരു അവിടെയും ഒരെണ്ണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇനി പോവുകയാണെങ്കിൽ ഒരു കാര്യം നീ മറക്കരുത്. ഈ അടി നിനക്ക് നാളെ നാട്ടുകാരിൽ നിന്ന് അടി കിട്ടാതിരിക്കാനുള്ള ഒരു അനുഗ്രഹമായിട്ട് നീ സൂക്ഷിക്കുക. നീ എവിടെ നിന്ന് കേൾക്കുന്ന ശബ്ദവും ആര് നിന്നോട് എന്ത് പറഞ്ഞാലും അത് വെറും ശബ്ദതരംഗങ്ങൾ മാത്രമാണ്. പുറത്തുനിന്ന് വരുന്ന വാക്കുകളെല്ലാം വെറും ശബ്ദതരംഗങ്ങൾ മാത്രമാണ്. അത് അസ്വസ്ഥതയും സ്വസ്ഥതയും നിന്നിൽ ഉണ്ടാക്കുന്നത് ആ വാക്കിന് നീ കൊടുക്കുന്ന അർത്ഥകൽപ്പനയാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് ആരെന്ത് പറഞ്ഞാലും അത് വെറും ശബ്ദതരംഗമാണ് എന്നറിയുക. ആലാപമാത്രം അഖിലം. ഇത് തിരിച്ചറിയുന്ന ഒരാൾക്ക് ഗൃഹസ്ഥനാവാൻ പറ്റും. ബാക്കിയുള്ള ആളുകൾ നമ്മളുടെ ഗൃഹം, നമ്മളുടെ ശരീരത്തിൽ, നമ്മളുടെ മനസ്സ് നമ്മളുടെ ശരീരത്തിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഗൃഹത്തെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലുമാണ്. അതുകൊണ്ടാണ് പുറത്തുള്ളവർ നല്ലത് പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കുകയും പുറത്തുള്ളവർ കെട്ടത് പറഞ്ഞാൽ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം നമ്മൾ പരതന്ത്രരാണ്. നമ്മുടെ ഗൃഹം നമ്മുടെ കൂടെയല്ല. നമ്മുടെ ഗൃഹം നമ്മൾ ആരെയൊക്കെയോ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഈ മറ്റുള്ളവരുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഇരിക്കുന്ന എൻ്റെ ഗൃഹത്തെ തിരിച്ചു പിടിച്ച് ഞാൻ എന്നിലേക്ക് തിരിയുന്നവനാവുമ്പോഴാണ് ഒരാൾ ഗൃഹസ്ഥനാവുക, ബ്രഹ്മചാരി. അപ്പോൾ എൻ്റെ ബോധത്തെ വിശാലമായ ഒരു ചര്യയ്ക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചാൽ ആദ്യം ഞാൻ എൻ്റെ ഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്നവനാവണം. ഗൃഹസ്ഥനുണ്ടായിരിക്കേണ്ട ആദ്യത്തെ ഗുണം വാനപ്രസ്ഥിയായിരിക്കണം. കാരണം നമ്മൾ പ്രവേശിക്കുന്നത് നമുക്ക് ഒരു പരിചയവുമില്ലാത്തൊരിടത്തേക്കാണ്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സുകളെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. നമുക്ക് നമ്മുടെ നാട്ടുകാരെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയും. എന്താണ് വാനപ്രസ്ഥിയുടെ ലക്ഷണം?
വാനപ്രസ്ഥിയുടെ ലക്ഷണം. അതാണ് ഞാൻ കേദാർനാഥിൽ പോയ ഉദാഹരണം. കേദാർനാഥിൽ കയറി ഒരു കാർമേഘം വന്ന് അന്തരീക്ഷം മുഴുവൻ കലുഷമായ ഉടൻ ഞാൻ തീരുമാനിക്കുന്നത് എന്താ? തിരിച്ചിറങ്ങണം എന്നാണ്. അപ്പം എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്ത് പറയുന്നു, നിനക്ക് നിൻ്റെ ഉള്ളിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്, വെയിറ്റ് ചെയ്യും. കാരണം നമ്മൾ ഇതിലേക്കാണ് നമ്മൾ വാനപ്രസ്ഥിയുടെ ലക്ഷണം. വാനപ്രസ്ഥി സാക്ഷി ഭാവത്തിലിരിക്കുന്ന ആളാവും. നമ്മൾ വാനപ്രസ്ഥി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെയാണോ നമ്മൾ സാക്ഷിയായിരിക്കുന്നത്? നമ്മൾ കുട്ടികൾ കളിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. അവർ വികൃതി കാണിക്കുമ്പോഴൊക്കെ ചില സമയത്ത് സാരല്ല, കുറച്ച് കളിക്കട്ടെ, വളരെ അനായാസതയോടുകൂടി അവരെ കളിക്കാൻ അനുവദിച്ച് നമ്മളിങ്ങനെ വിട്ടുകൊടുക്കും. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ പുഴയുടെ തീരത്ത് പോയി കഴിഞ്ഞാൽ പുഴ നോക്കിയിരിക്കുന്നത്, കടൽ നോക്കിയിരിക്കുന്നത്, പ്രകൃതി നോക്കിയിരിക്കുമ്പോഴൊക്കെ നമ്മൾ വാനപ്രസ്ഥിയാണ്. നമ്മൾ ഇടപെടാതെ ആ സംഭവങ്ങളെ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ബോധാവസ്ഥ. അതുപോലെ നമുക്ക് നമ്മളെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഉള്ളിലൊരു ദേഷ്യം ഉണ്ടായി. ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കണം. ദേഷ്യം പ്രകടിപ്പിക്കുന്ന ആൾ വാനപ്രസ്ഥിയല്ല. പക്ഷെ ദേഷ്യത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ വാനപ്രസ്ഥിയാണ്. സ്വസ്ഥമായിട്ട് ഇതൊരു ലീലയാണ്. ബോധത്തിലൊരു മായ വന്ന് എന്നെ മൂടി ഇരിക്കുന്നു, ഒരു മായാവി വന്ന് എൻ്റെ ബോധത്തെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇതിൽ എനിക്ക് പങ്കില്ല. എൻ്റെ ബോധത്തിലൊരു ദേഷ്യം ഉണർന്നു വന്നതിൽ എനിക്ക് പങ്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ ബോധത്തിലെ ദേഷ്യവുമായി താദാത്മ്യബുദ്ധിയില്ലാതെ മാറിയിരുന്ന് അതിനെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഗൃഹത്തിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സും അതിനെ നമ്മൾ മാറിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് വാനപ്രസ്ഥി. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ എളുപ്പമല്ല. കാരണം നമുക്ക് ശീലമില്ല. നമ്മൾക്ക് പ്രതികരിച്ച് മാത്രമാണ് ശീലം. അസൂയ വന്നാൽ പ്രതികരിക്കുക, വെറുപ്പ് വന്നാൽ പ്രതികരിക്കുക, നീരസം വന്നാൽ നിരന്തരം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും സ്വസ്ഥത അനുഭവിക്കില്ല. അപ്പൊ ഗൃഹസ്ഥനായവൻ നമ്മൾ തീരുമാനിച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ്, ഗൃഹസ്ഥനാകുന്നതിന് മുൻപ് നമ്മൾ മറ്റുള്ളവരിലാണ് ഇടപെട്ടുകൊണ്ടിരുന്നിരുന്നത്. അയാൾ ശരിയല്ല, ഇയാൾ ശരിയല്ല, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കാണുകയും അത് കാണുന്നവരോടൊക്കെ പറയുകയും അവരോട് പറയുകയും ചെയ്തുകൊണ്ടിരിക്കലായിരുന്നു നമ്മളുടെ ശീലം. പക്ഷെ ബ്രഹ്മചാരി ആവാൻ തീരുമാനിച്ച ഒരാൾ ആദ്യം തീരുമാനിക്കുക മറ്റുള്ളവരെ ഉപേക്ഷിക്കും. ഈ മറ്റുള്ളവരെ സർവസംഘ പരിത്യാഗിയാവുക എന്ന് പറയാൻ എല്ലാ ആളുകളെയും, നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ വസ്തുവകകളും മനുഷ്യബന്ധങ്ങളും ഉപേക്ഷിക്കുക എന്നല്ല അർത്ഥം. സർവസംഘ പരിത്യാഗി എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരുടെ വിഷയങ്ങളുമായി സംഘം ചേർന്നാണ് എൻ്റെ ബോധം ജീവിച്ചുകൊണ്ടിരുന്നിരുന്നത്. അയാളുടെ വാക്ക്, അയാളുടെ ചിന്ത, അയാളുടെ ജീവിതം, അയാളുടെ പ്രവൃത്തി, ഇതിനോട് നിരന്തരം കണക്റ്റഡ് ആയിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നിരുന്നത്. അതിനെ ഞാൻ മാറ്റിയിട്ട് ഇനി ഞാൻ എന്നിൽ സംഘം ചേരുകയാണ്. മറ്റുള്ള സംഘങ്ങളോട് ചേർന്നിരുന്ന ബോധത്തെ അതിൽ നിന്ന് നിവർത്തിച്ച് ഞാനുമായി സംഘത്തിലാവുകയാണ്. ഞാൻ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ടിരുന്നതൊക്കെ ഞാൻ ഇനി എന്നിൽ കാണാൻ തുടങ്ങാം. ഒരു ഗൃഹസ്ഥൻ രൂപപ്പെടുന്നത് അങ്ങനെയാണ്. അങ്ങനെ മാറിയിരുന്നുകൊണ്ട് നമ്മളൊന്ന് കാണാൻ തയ്യാറാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു വാനപ്രസ്ഥി തിരിച്ചറിയുന്ന ഒരു കാര്യം, എൻ്റെ ബോധത്തിൽ ഉണർന്നു വരുന്നതൊന്നും എൻ്റേതല്ല. ബോധത്തിൽ സംഭവിക്കുന്ന തിരുവിളയാടൽ മാത്രമാണ്. ഞാനിത് എൻ്റേത് എന്ന് പറഞ്ഞ് വെറുതെ അതിനോട് താദാത്മ്യബുദ്ധി വെച്ച് പുലർത്തി ദുഃഖിക്കുകയും സുഖിക്കുകയും ചെയ്യാണ്. അതുകൊണ്ട് നീ നിസ്സംഗൻ ആയിരിക്കണം. ഒരു വാനപ്രസ്ഥിയുടെ ലക്ഷണമാണ് നിസ്സംഗത്വം. നിസ്സംഗത്വം എന്ന് പറഞ്ഞാൽ ഒരു ഫീലും ഇല്ലാതിരിക്കലല്ല. നമ്മുടെ ഉള്ളിൽ ഉണർന്നു വരുന്ന ഫീലിങ്സിനെ പ്രകടിപ്പിക്കാതെ അതിനോട് താദാത്മ്യബുദ്ധി ഉണ്ടായി കാമം വരുമ്പോൾ, ക്രോധം വരുമ്പോൾ, ലോഭം വരുമ്പോൾ, മതമാത്സര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്തിരുന്ന നമ്മൾ തീരുമാനിക്കുന്ന ഇനി അതിനോട് സംഘം വേണ്ട. ഇപ്പൊ 2 തരത്തിലുള്ള സംഘത്തിൽ നിന്നാണ് നമ്മൾ മുക്തരാകുന്നത്. ഒന്ന്, പുറത്തുള്ള ആളുകളുടെ കർമ്മങ്ങളിലും പ്രവൃത്തികളോട് നിരന്തരം
സംഘത്തിൽ ഏർപ്പെട്ട് ദുഃഖം അനുഭവിച്ചിരുന്ന നമ്മൾ അതിൽ നിന്ന് സർവസംഘ പരിത്യാഗിയാവുന്നു. ആ സംഘങ്ങൾ തൽക്കാലം വേണ്ട, മറ്റുള്ളവരുടെ ഗൃഹങ്ങളിൽ ഇനി പോയി താമസിക്കണ്ട, ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരുടെ സ്വകാര്യതകളിൽ ഇടപെടണ്ട, അവരെ നന്നാക്കാൻ പോകണ്ട എന്ന് തീരുമാനിക്കുന്നു. എന്നെയും നന്നാക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. എന്നിലും ഞാൻ ഇടപെടരുത്, എന്നെ കണ്ടാൽ മതി. കാണുക എന്നാണ്, ഇടപെടുക എന്നല്ല, ജസ്റ്റ് ഒന്ന് കാണുക എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്, ആ ഒരു പ്രോസസ്സിനെ കാണുക. ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ദേഷ്യം വന്നാൽ ആ ദേഷ്യത്തെ അങ്ങനെ തന്നെ പ്രകടിപ്പിക്കാനോ ആ ദേഷ്യത്തെ അടിച്ചമർത്താൻ, ഇതൊരു മോശമാണെന്ന് കരുതി അടിച്ചമർത്താനോ ശ്രമിക്കാതെ മാറി നിന്ന് എൻ്റെ ഉള്ളിൽ ഉണർന്നു വരുന്ന ദേഷ്യം എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടുകൊണ്ടിരിക്കുക. നിസ്സംഗനാവുക, അതാണ് നിസ്സംഗത്വം. അതിനോട് സംഘമില്ലാതിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, അത് ബോധത്തിലുള്ളതാണ്. കടലിൽ എങ്ങനെയാണോ തിരമാലകളും ചുഴികളും വേലിയേറ്റവും വേലിയിറക്കവും ഉള്ളത്, അതുപോലെ ബോധത്തിൻ്റെ വടിവുകളാണ് അതൊക്കെ. അതൊന്നും നിലനിൽക്കുന്നതല്ല, അത് കുറച്ച് സമയം നിലനിന്ന് ഉണ്ടായി നിലനിന്ന് ഇല്ലാതായി പോവുകയും വീണ്ടും ഉണ്ടായി നിലനിന്ന് ഇല്ലാതായി പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയാണ്. അപ്പോൾ നമ്മളുടെ ബോധത്തിൻ്റെ പ്രകൃതം ഉണ്ടായി നിലനിന്ന് ഇല്ലാതായി പോകുന്ന വൈകാരികതകളെ പ്രസവിക്കുക എന്നുള്ളതാണ്. അതവിടെ കുറച്ച് നേരം പണിയെടുത്ത് അത് പൊക്കോളും എന്ന് നമ്മൾ തിരിച്ചറിയുക വാനപ്രസ്ഥിയായിരിക്കുമ്പോഴാണ്. അങ്ങനെ വാനപ്രസ്ഥയായി കുറച്ച് ജീവിക്കുമ്പോഴാണ് ഒരാൾ സന്യാസിയാവുക. കാവ്യ ധരിക്കലല്ല സന്യാസം, എൻ്റെ ബോധത്തിൽ സംഭവിക്കുന്ന എല്ലാറ്റിലുമുള്ള എൻ്റെ കർത്തൃത്വം ഒഴിയലാണ്. ഇതിലൊന്നും എനിക്ക് പങ്കില്ല. ഇതെല്ലാം എൻ്റെ ബോധത്തിൽ നടക്കുന്ന എല്ലാം ആത്മാവിൻ്റെ തിരുവിളയാടലുകൾ മാത്രമാണെന്നറിഞ്ഞ് ഇത് എൻ്റെ തിരുവിളയാടലല്ല, ഇത് ആത്മാവിൻ്റെ തിരുവിളയാടലാണെന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ എന്ന് പറയുന്ന ആ ഒരു താതാത്മ്യം മാറി നിൽക്കുന്ന ബോധാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സന്യാസം. അതൊരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ഒരിക്കലെങ്കിലും സന്യാസിയാവാത്ത ഒരാളും ഇവിടെ ഇല്ല. പക്ഷെ കുറച്ചു നേരം നമ്മളുടെ സന്യാസം നിൽക്കും. നമ്മൾ പീസ്ഫുൾ ആയിരിക്കുമ്പോഴൊക്കെ നമ്മൾ സന്യാസിമാരാണ്. നമ്മൾ ഏറ്റവും പീസ്ഫുൾ ആയിരിക്കുമ്പോൾ ഒന്നിനോടും നമുക്ക് അമിതമായ ആകർഷണം തോന്നാറില്ല. ഏറ്റവും പീസ്ഫുൾ ആയിരിക്കുമ്പോൾ എല്ലാം നമ്മൾ മിതമായിട്ടേ ചെയ്യാറുള്ളൂ. ഏറ്റവും പീസ്ഫുൾ ആയിരിക്കുമ്പോൾ എല്ലാം നമ്മൾ ധൃതിയില്ലാതെ ചെയ്യാറുള്ളൂ. നമ്മൾ ഒരിക്കലും തിരക്ക് കാണിക്കാറില്ല. നമ്മളിനി ഒരാൾ വളരെ ക്ഷുഭിതനായി വന്നാലും നമ്മൾ പീസ്ഫുൾ ആണെങ്കിൽ അയാളുടെ ക്ഷോഭം അടങ്ങാൻ നമ്മൾ സമയം കൊടുക്കും. നമ്മൾ സമാധാനത്തിലാണെങ്കിൽ. നമ്മളൊക്കെ ഒരിക്കലെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും പീസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ കുട്ടികൾ എന്ത് ബഹളം ഉണ്ടാക്കിയാലും സാരില്ല എന്ന് പറയും. നമുക്കൊരു തലവേദന വന്നാൽ കുട്ടികൾ മിണ്ടിയാൽ നമ്മൾ പൊട്ടിത്തെറിക്കും. ഇത് രണ്ടും നമ്മളിലുണ്ട്. അപ്പം സന്യാസം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ആർജിക്കേണ്ട ഒന്നല്ല, നമ്മളിൽ ഉള്ളതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗാർഹസ്ഥ്യം നമ്മളിൽ ഉള്ളതാണ്, വാനപ്രസ്ഥം നമ്മളിൽ ഉള്ളതാണ്, ബ്രഹ്മചര്യവും നമ്മളുടെ ഉള്ളിലുള്ളതാണ്, സന്യാസവും നമ്മളുടെ ഉള്ളിലുള്ളതാണ്. ഈ 4 ആശ്രമങ്ങൾ ബോധത്തിലില്ലാതെ ഒരാളുമില്ല. പക്ഷെ അതിനെ നമ്മളൊന്ന് വികസിപ്പിച്ചു കൊണ്ടുവന്നാൽ മതി. ആ ഉള്ളതിനെ നമ്മൾ വികസിപ്പിക്കണം. പക്ഷെ കുറച്ചേ ഉള്ളൂ. വല്ലപ്പോഴും ഒന്ന് സ്പിരിച്വൽ. ഇപ്പം നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ബ്രഹ്മചാരികളാണ്. നമ്മളുടെ ബോധത്തിന് കുറച്ചും കൂടി വികാസമുണ്ടാവാൻ സഹായിക്കുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇവിടെ ഇരുന്ന് ഞാനിത് പറയുമ്പോൾ നമുക്ക് ശത്രുക്കളില്ല. നമ്മൾ കുറച്ചും കൂടി നമ്മളുടെ വലിഞ്ഞു മുറുകിയ ബോധത്തെ കുറച്ചും കൂടി ഒന്ന് വികസിപ്പിക്കണമെന്ന ഒരു സങ്കല്പമല്ലാതെ മറ്റൊന്നും നമുക്കില്ല. കുറച്ചും കൂടി ഉള്ളിന് ഒരയവ് നമുക്ക് വരുന്നുണ്ട്. ഒരു ചെറിയ വികാസമുണ്ട്. വളരെ സങ്കുചിതമായ ശൃംഖായിരുന്ന നമ്മളുടെ ബോധം ഒരിത്തിരി വിശാലമായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ബ്രഹ്മചാരി ആയിരിക്കുകയാണ്, ഒരു ബൃഹത്തായ ചര്യയിലായിരിക്കുകയാണ്. ഇപ്പം നമുക്ക് കുറച്ചും കൂടി
നമ്മളിലായിരിക്കാൻ പറ്റുന്നുണ്ട്. ഞാനിത് സംസാരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നാട്ടുകാരുടെ ഉള്ളിലല്ല, ആരുടെ ഉള്ളിൽ നമ്മളുടെ ഒപ്പമാണ്. കുറച്ചെങ്കിലും നമ്മളുടെ ഒപ്പം, നമ്മുടെ ഗൃഹത്തിൽ ശരിയാണല്ലേ, ഞാനവിടെ അങ്ങനെയാണല്ലേ, നമ്മളാണ് വിഷയം. കുറച്ചും കൂടി മാറിയിരുന്ന് നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിങ്ങനെ പിന്നിലേക്ക് പോകുന്നുണ്ടോ, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇനി ഇങ്ങനെ ചെയ്യണം. നമ്മുടെ ഉള്ളിൽ നമ്മൾ കുറച്ചും കൂടി നമുക്ക് ക്ലാരിറ്റിയോടുകൂടി നമ്മളെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് വാനപ്രസ്ഥം, മാറിയിരുന്ന് നോക്കുക എന്നാണ് വാനപ്രസ്ഥം എന്നുള്ള അർത്ഥം. വാനം എന്നുള്ളതിന് ആകാശം എന്നും അർത്ഥമുണ്ട്, കാട് എന്ന് മാത്രമല്ല. മുകളിലിരുന്ന് നോക്കുക. ഈ കവി എന്ന വാക്കിൻ്റെ അർത്ഥം പറയും, വിയത്തിലിരുന്ന് എന്ന് ചോദിക്കുന്നവനാണ് കവി എന്നാണ്. വിയെന്ന് വെച്ചാൽ ആകാശം. കുറച്ച് മാറി നിന്ന് ഇതെന്താണ് എന്ന് ചോദിക്കുന്നവന് പറയുന്നവനാണ് കവി. അപ്പം നമ്മളുടെ ഒപ്പം മാത്രം, നമ്മളുടെ ബോധത്തിനോടൊപ്പം മാത്രം ചേർന്ന് നിൽക്കുന്ന നമ്മൾ എന്ന് പറയുന്നത് സർവരുമാണെന്ന് തിരിച്ചറിഞ്ഞ് സർവരെയും ഒരുപോലെ കാണുന്ന ബോധാവസ്ഥയിലേക്ക് എത്തുന്ന ആളാണ് ഒരു വാനപ്രസ്ഥിയാവുക. അപ്പം ഈ സർവവും ഒന്നായി കാണുന്ന ഒരു ബോധാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്നെ ക്ലിയറായി കണ്ട് എൻ്റെ ഉള്ളിൽ മാറിപ്പോവേണ്ടതൊക്കെ മാറിപ്പോവാൻ സമയം കൊടുക്കേണ്ടതുണ്ട്. അവസാനം നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മളിപ്പോൾ സന്യാസിമാരാണ്. കാരണം എന്താ, നമ്മുടെ അഭാവം, നമ്മുടെ കല്ലിപ്പ് നമ്മൾ കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. ഞാൻ എന്ന് പറയുന്നത് ഒരു കല്ലിപ്പാണ്. നാരായണഗുരു പറയും, സകലമഴിഞ്ഞ് തണിഞ്ഞ് ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന് അകമലരിട്ടു വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞ് തണിഞ്ഞ് കേവലത്തിൻ മഹിമയും മറ്റ് മഹസ്സിലാണിടേണം. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന്, സത്വരജോ തമോ ഗുണങ്ങളുടെ ഏറിമാറി തിരിയലുകൾക്ക് വശംവദരായി അതിൽ അസ്വസ്ഥമായിരിക്കുന്ന എൻ്റെ ബോധത്തെ മുഴുവൻ ഭസ്മീകരിച്ച് അത് നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്ന, നെറ്റി എന്ന് പറഞ്ഞാൽ നെറ്റിയല്ല, ബോധത്തിലാണ് അണിഞ്ഞിരിക്കുന്ന ആ സ്വസ്ഥതയ്ക്ക്, സമാധാനത്തിൻ്റെ മുൻപിൽ അകമലരിട്ട് വണങ്ങി എൻ്റെ ഉള്ളിലുള്ള വിനയവും ഭക്തിയും സ്നേഹവും ആഴത്തിലുള്ള വെമ്പലും വിതുമ്പലും ഒക്കെ കൊണ്ട് വണങ്ങി അക്ഷമാറി എൻ്റെ എല്ലാ തരത്തിലുമുള്ള ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും എല്ലാ തീക്ഷ്ണതകളും അകന്ന് സകലമഴിഞ്ഞ് വലിഞ്ഞു മുറുകിയിരിക്കുന്ന എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും കെട്ടുകളെല്ലാം ഒന്ന് അയഞ്ഞു വീണ് തണിഞ്ഞ് വളരെ ചൂടോടുകൂടിയിരിക്കുന്ന എൻ്റെ ബോധത്തിലൊരു തണുപ്പ് അനുഭവിച്ച് കേവലത്തിൻ മഹിമയും മറ്റ് എല്ലാം ഞാൻ തന്നെയാണ് എന്ന് തോന്നുന്ന തോന്നൽ പോലും ഇല്ലാതെയായി ആ ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ആകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം എന്ന് പറയുന്ന ആ പരിപൂർണമായ വിലയനത്തിലെത്താൻ എനിക്ക് കഴിയണേ എന്നാണ് പ്രാർത്ഥന. ഇപ്പം നമ്മൾ കുറച്ചൊക്കെ ത്രിഗുണമയം തിരുനീറണിഞ്ഞ ഈശന് അകമലരിട്ട് വണങ്ങിയാണ് ഇരിക്കുന്നത്. കുറച്ച് അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നുന്നത്, ഒരു ഇരിപ്പ് കിട്ടുന്നത് അതുകൊണ്ടാണ്. നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ വലിഞ്ഞു മുറുകിയിരിക്കുന്ന എന്തൊക്കെയോ ഒന്ന് ചെറുതായിട്ട് അയയുന്നുണ്ട്. ചെറിയൊരു തണുപ്പ് നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ എന്ന് പറയുന്ന ധാർഷ്ട്യം നമ്മളെ ഭരിക്കുന്നില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ കുറച്ചും കൂടി മര്യാദയോടെ ഞാൻ ആദ്യം എന്നോട് പെരുമാറി തുടങ്ങേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ നമ്മുടെ ഉപനിഷത്ത് ഋഷിമാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് മുഴുവൻ ദൈവശാസ്ത്രമല്ല, ബോധശാസ്ത്രമാണ്. നമ്മളുടെ ബോധത്തെ എങ്ങനെയാണ് ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് അതിനോട് പ്രവർത്തിക്കേണ്ടത്. ഞാൻ അതും കൂടി പറയാമെന്ന് വിചാരിക്കും. ഇന്ന് രാവിലെ ഞാനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു പാരൻറ്റിങ്ങിൽ എങ്ങനെയാണ് ഒരാൾ വാനപ്രസ്ഥിയാവുക. നമ്മളിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പം ഞാൻ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരാളും കൂടിയാണ്. ഒരുപാട് മനുഷ്യരെന്നെ വിളിക്കുന്നത് ബ്രഹ്മവിദ്യക്ക് വേണ്ടിയിട്ടല്ല. അവർ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന
കടുത്ത പ്രയാസങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാതെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ടീനേജേഴ്സ്. ഞാൻ വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ പ്രാക്ടീസിനെ കുറിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു അമ്മ ഒരു ദിവസം എന്നെ വിളിക്കുകയാണ്, കരഞ്ഞിട്ടാണ് വിളിക്കുന്നത്. എൻ്റെ മക്കള് അവരെന്നെ ചുറ്റിപ്പറ്റി മാത്രം ജീവിച്ചിരുന്നവർ, എപ്പോഴും അമ്മ അച്ഛാന്ന് വിളിച്ച് ഞങ്ങളോട് ചേർന്ന് ജീവിച്ചിരുന്നത്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ ടീനേജിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്താണെന്ന് അറിയുന്നില്ല, ഒരു കാര്യമില്ലാതെ ദേഷ്യം പിടിക്കുക, വെറുക്കുക, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഞങ്ങളോട് പൊട്ടിത്തെറിക്കുക. എനിക്കത് സഹിക്കാൻ പറ്റാതെ ഞാനിപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർക്കിങ്ങനെ വെറുപ്പ് തോന്നാൻ കാരണം? അകാരണമായിട്ട് ഇത്രയും ദേഷ്യം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് അച്ഛനമ്മമാരുടെ ഇത്ര അമർഷം? ഞങ്ങളവരെ പരമാവധി സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ കാരണം മനസ്സിലാവുന്നില്ല. നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തെ മനസ്സിലാക്കാനല്ല ശ്രമിക്കുന്നത്. നമുക്ക് അസ്വസ്ഥതയുണ്ടായപ്പോൾ നമ്മൾ ഉടനെ തന്നെ ആ അസ്വസ്ഥത എങ്ങനെയെങ്കിലും ഒന്ന് മാറണം. അപ്പോൾ ഉടനെ കുട്ടികളെ കുറ്റപ്പെടുത്തുക. നമ്മൾ ഇത്രയും അധികം സ്നേഹിച്ചിട്ട്, ഇത്രയും അധികം നമ്മൾ വിട്ടുകൊടുത്തിട്ടും അവരെന്തൊരു മോശമായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത് എന്ന് പറഞ്ഞൊരു കുറ്റപ്പെടുത്തലാണ്. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന് മാറി നിൽക്കുക. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ തൽക്കാലം ആ അച്ഛൻ കുപ്പായവും അമ്മ കുപ്പായവും മാറ്റി അഴിച്ചു വെച്ചിട്ട് എന്താണ് സംഭവിക്കുന്നതെന്നൊന്ന് അറിയൂ. എന്തുകൊണ്ടായിരിക്കും അവർ ദേഷ്യം പിടിക്കുന്നത്? എന്തുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അവർ ഇത്രയും മാത്രം നീരസം, ഇത്രയും വെറുപ്പ്, ഇത്രയും അവർ നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നത്? എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ പിന്നിൽ ജനിതകപരമായ കാരണങ്ങളുണ്ടോ, ശാരീരികമായ കാരണങ്ങളുണ്ടോ, മാനസികമായ കാരണങ്ങൾ? അവർ സത്യത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അറിയാതെ ചെയ്യുന്നതാണോ എന്ന് അറിയണ്ടേ? ഇത് അറിയണമെങ്കിൽ നമ്മൾ വാനപ്രസ്ഥയാവണം. ഈ അസ്വസ്ഥതയിൽ പെട്ടുപോകരുത്. മാറി നിന്ന് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ പാരന്റിങ്ങിലെ വാനപ്രസ്ഥയാവും നമ്മൾ. ടീനേജ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ ശരീരത്തിൽ അണ്ഡവും ആൺകുട്ടിയുടെ ശരീരത്തിൽ ബീജവും രൂപപ്പെട്ടു വരുന്നതിനെയാണ് നമ്മൾ ടീനേജ് എന്ന് പറയുക. അതായത് പരമ്പരയെ സന്താനോൽപാദനത്തിലൂടെ നിലനിർത്താൻ ആവശ്യമായ അണ്ഡവും ബീജവും ശരീരത്തിൽ രൂപപ്പെട്ടു വരുമ്പോൾ ടീനേജിലേക്ക് കടക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീനുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ചേഞ്ച് എന്ന് പറയുന്നത്, അവരുടെ ഉണ്ടാകുന്ന ആദ്യത്തെ ഫീൽ, ഞങ്ങൾക്ക് തുടർന്ന് സന്താനോൽപാദനം നടത്താനുള്ള ഇണയെ തേടുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഈ അച്ഛനും അമ്മയുമാണ് എന്ന തോന്നലാണ് അവരുടെ ജീനുകൾക്കുള്ളത്. ഇത് അവരറിയുന്നില്ല, നമ്മളും അറിയണില്ല. അപ്പം ഇതുവരെ, അതായത് ഒരു ശരീരത്തിൽ ബീജവും അണ്ഡവും രൂപപ്പെടുന്നത് വരെയാണ് കുട്ടികൾ അച്ഛനമ്മമാരോട് ഒട്ടി നിൽക്കുക. അത് രൂപപ്പെട്ട് കഴിയുന്നതിനനുസരിച്ച് അവർ അച്ഛനമ്മമാരിൽ നിന്ന് മുക്തി കിട്ടാനുള്ള ശ്രമം തുടങ്ങും. ഇത് ബോധപൂർവം ചെയ്യുന്നതല്ല, ജീവനിൽ തുടങ്ങുന്നതാണ്. അതുകൊണ്ട് അവരെ നിയന്ത്രിക്കുന്ന തരത്തിൽ പറയുന്ന ഒരു ചെറിയൊരു ചിന്തയും ചെറിയൊരു വാക്കും ചെറിയ പ്രവൃത്തി പോലും ശത്രു നമ്മളോട് പറയണ പോലെ കുട്ടികൾക്ക് തോന്നും. അപ്പോൾ അവരുടെ ഉള്ളിലെ ടീനേജിലേക്ക് കടക്കുമ്പോൾ, അതായത് മക്കളും അച്ഛനമ്മമാരും നല്ല സൗഹൃദത്തിലല്ല വളർന്നിട്ടുള്ളതെങ്കിൽ ആണ് ഇത് സംഭവിക്കുക. നല്ല സുഹൃത്ത് സ്നേഹമല്ല സൗഹൃദം, രണ്ടും വ്യത്യാസമുണ്ട്. ഇത് 99% പേരൻസും 99% കുട്ടികളിൽ നിന്നും അനുഭവിച്ചിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ വാനപ്രസ്ഥയാവുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നതിനാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ ദേഷ്യം പിടിക്കുന്നത്, നീരസപ്പെടുന്നത് അവരുടെ കുഴപ്പം കൊണ്ടല്ല. അവരുടെ ഇണയെ തേടുന്നതിന് ഞങ്ങൾ തടസ്സമായി നിൽക്കുന്നുവെന്ന് അവരുടെ ജീനുകളുടെ ഉള്ളിൽ നടക്കുന്ന അസ്വസ്ഥമായ കിരികിരിപ്പാണ് ഈ പ്രകടിപ്പിക്കുന്നത്. നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് അവരോട് കമ്പാഷനാണ് ഉണ്ടാവുക, ദേഷ്യമല്ല വരിക. അവരും നമ്മളോട് ദേഷ്യപ്പെട്ട് മുറിയിൽ പോയിരുന്ന് വിഷമിക്കുന്നുണ്ട്. ഞാൻ ഇഷ്ടംപോലെ ടീനേജേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്.
ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ അച്ഛനമ്മമാരോട് കുഞ്ഞു കാര്യങ്ങൾക്ക് ദേഷ്യം പിടിച്ചാൽ നിങ്ങൾക്ക് ഉള്ള ഫീൽ എന്താണ്? ഭയങ്കര വിഷമമാണ്. മുറിയിൽ പോയിരുന്നിട്ട് കുറേ വിഷമിക്കും. കാരണം അമ്മയോടും അച്ഛനോട് അങ്ങനെ ഒരിക്കലും പറയരുതായിരുന്നു, അവർക്കും അറിയില്ല. ഞാൻ ഒരുപാട് യങ്സ്റ്റേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാനും ഇത് കടന്നു വന്ന ആളാണ്. എന്തിനായിരിക്കും ഞാൻ അച്ഛനോട് അങ്ങനെ പെരുമാറിയത്, അമ്മയോട് അങ്ങനെ പെരുമാറിയത്? അപ്പം ഇത് തിരിച്ചറിഞ്ഞാൽ അവർ അസ്വസ്ഥതയോടുകൂടി നമ്മളോട് പ്രതികരിക്കുമ്പോൾ അതേ അളവിൽ പ്രതികരിക്കുന്നത് നമ്മൾ നിർത്തും. നമ്മൾ മൗനത്തിലാവും. അവരെ ദേഷ്യമൊക്കെ അടങ്ങിക്കഴിഞ്ഞാൽ ആ വിഷയം പിന്നെ അഡ്രസ്സ് ചെയ്യില്ല. കുറച്ചു നേരം ഉണ്ടാവും അത്. പിന്നെ നല്ലൊരു സുഹൃത്തിനോടെന്ന പോലെ നമ്മൾ മക്കളോട് പോയിട്ട് റിലേറ്റ് ചെയ്യണം. ആ വിഷയം പിന്നെ അഡ്രസ്സ് ചെയ്യരുത്. നീ എന്നാലൊരു കുഞ്ഞു കാര്യത്തിന് എന്നോട് പൊട്ടിത്തെറിച്ചല്ലോ, രോഗാവസ്ഥയായിട്ടാണ് നമ്മളത് പറയുക. രോഗാവസ്ഥയല്ല അത്, അവർ നമ്മളിൽ നിന്ന് വിട്ടുപോകാനായി. പക്ഷെ നമ്മൾ അങ്ങനെയാണ് പണ്ട് ജീവിച്ചത്. നമ്മൾ ജീവികളെ ശ്രദ്ധിച്ചിട്ടില്ലേ? പൂച്ചയെയും നായയെയും ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ചെറിയൊരു ഏജ് കഴിയുന്നവരെ ഈ നായയും പൂച്ചയും കുട്ടികളെ വിടില്ല. അത് കഴിഞ്ഞാൽ തള്ളി പുറത്താക്കും, അവർ വിട്ടുപോകും. നമ്മളുടെ സാമൂഹിക സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ ടീനേജിൽ നമ്മളെ വിട്ടുപോകാൻ പറ്റണില്ല. നമ്മുടെ സാമൂഹികത അങ്ങനെ, ജീനിന് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ജെനറ്റിക്സ് പഠിക്കണം. എന്താണ് ഓരോ ഏജിലും പ്രവേശിക്കുമ്പോൾ കുട്ടികൾ മാതാപിതാക്കളായിട്ടുള്ള ബന്ധത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ കുറച്ചും കൂടി അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റും. അതായത് അവർ പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുകയല്ല വേണ്ടത്. നമ്മൾ അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. അറിവുണ്ടാവണമെങ്കിൽ നമ്മൾ വാനപ്രസ്ഥികളായിട്ട് മാറണം. അങ്ങനെ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. പണ്ട് ഗുരുനിത്യ പറയും, അച്ഛൻ കുപ്പായവും അമ്മ കുപ്പായവും അമ്മാവൻ കുപ്പായവും ഒക്കെ അഴിച്ചു വെച്ച് സൗഹൃദ കുപ്പായം എടുത്തണിഞ്ഞാലേ ഇനിയുള്ള തലമുറയോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ സൗഹൃദ കുപ്പായം മക്കളോട് മാത്രമല്ല, നമ്മളുടെ ഉള്ളിൽ ഉണർന്നു വരുന്ന എല്ലാ വൈകാരികതകളോടും സൗഹൃദത്തോടെ ഇടപഴകാൻ നമുക്ക് കഴിയണം. നമുക്കൊരു ദേഷ്യം, ഒരു വെറുപ്പ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു പൊന്തി വരുമ്പോൾ ആ വെറുപ്പിനെ വെറുക്കാതിരിക്കുക. ആ വെറുപ്പിനെ സൗഹൃദത്തോടെ കാണുക. വെറുപ്പിനെ പ്രകടിപ്പിക്കാതെയും ഇരിക്കുക, വെറുപ്പിനെ വെറുക്കാതെയും ഇരിക്കുക. ആ വെറുപ്പിനെ ഒരു സുഹൃത്തിനോടെന്ന പോലെ നമ്മൾ സ്നേഹത്തോടെ ഇടപഴകിയാൽ ആ വെറുപ്പ് കുറച്ച് സമയം ഉണർന്ന് നമ്മളുടെ ബോധത്തിൽ കത്തി നിന്ന് അത് അവിടെ തന്നെ എരിഞ്ഞടങ്ങുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷെ സമയം കൊടുക്കണം. അങ്ങനെ ആ ഒരു കേദാർനാഥിലേക്ക് കയറിപ്പോയി കുറച്ച് സമയം കൊടുക്കാൻ എൻ്റെ സുഹൃത്ത് എന്നെ സഹായിച്ചത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഹിമാലയ പർവ്വത നിരകളുടെ ദർശനം എനിക്കുണ്ടായത്. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഉണരുന്ന ഒരു ദേഷ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരുമ്പോൾ പുറത്ത് പ്രകടിപ്പിക്കാതെ അത് നമ്മളുള്ളിൽ നടത്തുന്ന എല്ലാ പ്രോസസ്സിനെയും ആരോടൊന്നും പ്രകടിപ്പിക്കാതെ നമ്മൾ അതിനൊരു സുഹൃത്തിനോടെന്ന പോലെ നിസ്സംഗമായി അത് കത്തി പടർന്ന് അവിടെ തന്നെ അടങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ, ആ ഒരു സർക്കിൾ പൂർത്തിയാക്കാനുള്ള ക്ഷമ നമുക്കുണ്ടായാൽ അത് അടങ്ങിയതിന് ശേഷം നമ്മളൊരു സമാധാനം അനുഭവിക്കും. നമുക്ക് നമ്മളോട് റെസ്പെക്റ്റ് തോന്നും. അതിനാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുക. നമുക്ക് നമ്മൾ കൊള്ളാമെന്ന് തോന്നും. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ദേഷ്യം പിടിക്കാതിരുന്നത് എത്ര നന്നായി. ചില പൊട്ടിത്തെറിക്കാവുന്ന ചില സന്ദർഭങ്ങളിൽ എന്തോ അനുഗ്രഹം കൊണ്ട് നമ്മൾ പൊട്ടിത്തെറിക്കാതിരിക്കുകയും നമ്മൾ വളരെ സമാധാനത്തോടെ ഇടപഴകി തിരിച്ചു വരികയും ചെയ്തിട്ട് നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പൊട്ടിത്തെറിക്കാൻ അങ്ങനെ വന്നതാ, ഭാഗ്യത്തിന് ഞാൻ സമാധാനത്തോടെ സംസാരിച്ചു. എന്തൊരാശ്വാസം. കാരണം നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ ആ ദേഷ്യം ഉൽപ്പാദിപ്പിക്കുന്ന വിഷാംശത്തിൽ നിന്ന് 20% മാത്രമേ ആരോടാണ് ദേഷ്യം പിടിക്കുന്നത് അയാളിലേക്ക് പോകും. 80% നമ്മളിലേക്ക് തന്നെ പോവുക. ഞാൻ ഒരാളോട് ദേഷ്യം പിടിച്ചു, ഇദ്ദേഹത്തോട് ദേഷ്യം പിടിച്ചു, ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു, ചീത്ത വിളിച്ചു, വായ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ഭയങ്കരമായിട്ട് വേദനിച്ചു. ആള് നടന്നു പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് തോളോട് ചേർത്ത് പിടിച്ചിട്ട് പറയാണ്,
സാരല്ല, അയാളൊരു വട്ടനാണ്, നിങ്ങൾ കാര്യമാക്കണ്ട, നമ്മളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ചേർത്ത് പിടിച്ചാൽ ആളുടെ ആ സ്വസ്ഥത അങ്ങ് മാറിപ്പോകും. ഇവർ രണ്ടാളും ചായക്കടയിലേക്ക് പോകും. ദേഷ്യം പിടിച്ച് എൻ്റെ അടുത്ത് ഒരാൾ വന്നു എന്ന് കരുതുക. എന്നിട്ട് പറയാണ്, നിങ്ങൾ ദേഷ്യം പിടിച്ചതിൽ കുഴപ്പമൊന്നുമില്ല, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എൻ്റെ ഉള്ളിലെ തീ അടങ്ങൂല. എത്ര ന്യായീകരിച്ചാൽ ഞാൻ എന്നിട്ട് നാട്ടുകാരോട് മുഴുവൻ പോയി ന്യായീകരിക്കും. ഞാൻ ദേഷ്യം പിടിക്കുന്നത് വിചാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എങ്ങനെ നമ്മൾ ദേഷ്യം, കാരണം എനിക്ക് ഇതിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടണം. ഞാൻ ദേഷ്യം പിടിച്ച ആളുടെ ഉള്ളിലെ നീറ്റലടങ്ങണമെങ്കിൽ ആർക്കും അടക്കാൻ പറ്റില്ല, സമയം ഒരുപാട് എടുക്കും. പക്ഷെ ആരോടാണ് ദേഷ്യം പിടിച്ചത്, അയാളുടെ നീറ്റലടങ്ങണമെങ്കിൽ ഒരാൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാൽ മതി. കാരണം അയാളുടെ ബോധത്തിൻ്റെ ബാഹ്യതലത്തെ മാത്രമേ അത് സ്പർശിക്കൂ. പക്ഷെ ദേഷ്യം പിടിച്ച ആളിലേക്ക് ആ ദേഷ്യം പിടിച്ചപ്പോഴുണ്ടായ വിഷം ആഴത്തിൽ കിനിഞ്ഞിറങ്ങും. ഈ അറിവിനെയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. ഈ അറിവ് എനിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ, എനിക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ എൻ്റെ വെറുപ്പും എൻ്റെ വിദ്വേഷവും എൻ്റെ അമർഷവും പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത് ഞാനാണ്, ഉള്ളിൽ ഉണർന്നു വരുന്നത് എന്നിലല്ല, ഞാനിലല്ല. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളും വെറുപ്പും എൻ്റെ ഉള്ളിൽ ഉണർന്നു വരുന്നതിൽ എനിക്ക് പങ്കില്ല. അതിനെ വെറുതെ കണ്ടുകൊണ്ടിരുന്ന, അതിനോട് നമ്മുടെ ഉള്ളിൽ വെറുപ്പുണ്ടായി വിദ്വേഷം ഉണ്ടായി വെച്ചാൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ ഉണ്ടാക്കിയതല്ല, അത് ജീവനിലുള്ളതാണ്. പക്ഷെ പുറത്തേക്ക് വിടുന്നത് ഞാനാണ്. അവിടെ എനിക്കുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എൻ്റെ നാക്കിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ എൻ്റെ ഉള്ളിലുള്ള അമർഷം പുറത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രം. പുറത്തേക്ക് വന്നാൽ എൻ്റെ ഉള്ളിൽ ഉണരുന്ന വെറുപ്പ് എൻ്റെ ബോധത്തിലേക്ക്, ഉപബോധത്തിലേക്ക് കിനിഞ്ഞിറങ്ങുക പ്രകടിപ്പിക്കുമ്പോൾ മാത്രം. നമ്മുടെ ഉള്ളിൽ ഒരാളോട് ഭയങ്കര വെറുപ്പ് വന്ന് നിറഞ്ഞു എന്ന് കരുതുക, ഒരു കുഴപ്പമില്ല. കുറച്ച് നേരം അത് ബോധത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ അടങ്ങി നമ്മൾ ശാന്തമായിട്ട് കിടന്നുറങ്ങും. പക്ഷെ പ്രകടിപ്പിച്ചാൽ അത് ഉപബോധത്തിലേക്ക് കിനിഞ്ഞിറങ്ങും, നമ്മുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണമാവും, ബീജമാവും. അതൊരു മറ്റൊരു വാസനയായി നമ്മളുടെ ബോധത്തിൽ വീഴും. പിന്നെ അതിനെ ഇരിച്ചു കളയാൻ വേറെ പണി നമ്മൾ എടുക്കണം. പക്ഷെ ഒരാളുടെ വെറുപ്പ് വന്നാൽ ഒരു കുഴപ്പമില്ല, വിദ്വേഷം വന്നാൽ കുഴപ്പമില്ല, ദേഷ്യം വന്നാൽ കുഴപ്പമില്ല, അത് നമ്മളുടെ അല്ല, അത് വന്ന് അവിടെ അടങ്ങിക്കോളും. ഇപ്പം നമ്മൾ പറയുന്നത് ഇത് ഉള്ളിൽ നിൽക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല, ഇപ്പം പ്രകടിപ്പിക്കല്ലേ വേണ്ടത്, അപ്പോഴല്ലേ റിലീഫ് ആവുക. പ്രകടിപ്പിച്ചാൽ റിലീഫല്ല ഉണ്ടാവുന്നത്. ബാഹ്യമായി റിലീഫും ആന്തരികമായി സംഘർഷമാണ്. ബാഹ്യമായി മാത്രം റിലീഫ്, ആന്തരികമായി സംഘർഷം. ഇത്തരം ആഴമുള്ള അറിവാണ് നമ്മൾ ഋഷിമാരിൽ നിന്ന് യഥാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഗുരുവിൻ്റെ അടുത്തെത്തുമ്പോൾ ഗുരു നമ്മളോട് പഠിപ്പിക്കുന്നത് ഉള്ളിൽ അമർഷം ഉണർന്നു വരുമ്പോൾ അതിനെ ദൈവമായി കാണണം. നമ്മൾ ചെകുത്താനായിട്ട് അതുവരെ കണ്ടിട്ടുള്ളത്. അത് കളിക്കട്ടെ, അത് മായയാണ്. നമ്മൾ കാളിയുടെ രൂപം കണ്ടിട്ടുണ്ട്, അല്പം പോലും ശാന്തമല്ലല്ലോ. എന്നിട്ട് എന്തിനാണ് നമ്മൾ അതിനെ ആരാധിക്കുന്നത്? ഇങ്ങനെ നാക്കൊക്കെ പുറത്തേക്കിട്ട് വാളൊക്കെ എടുത്ത് ഉറഞ്ഞു തുള്ളുകയാണ്. നമ്മളുടെ പല സങ്കല്പങ്ങളിലും, കഥകളിയിലായാലും നമ്മളുടെ ഒരുപാട് വിഗ്രഹ സങ്കല്പങ്ങളിൽ ശാന്തഭാവമൊന്നും അല്ലല്ലോ ഉള്ളത്, ക്രൗര്യവും ഉറഞ്ഞു തുള്ളലുകളൊക്കെയാണ്. എന്തിനാണത്? അതെന്താണത്? നമ്മളുടെ ബോധാവസ്ഥയാണ് ഇതെല്ലാം. അതിനെയെല്ലാം ദൈവമായിട്ട് കാണാനാണ് പറയുന്നത്, ദേവിയായിട്ട് കാണാനാണ്. അത് ഉറഞ്ഞു തുള്ളും, തുള്ളി 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 ശാന്തമാവും. അപ്പം നമ്മുടെ ഉള്ളിലെ വെറുപ്പും വിദ്വേഷവും അമർഷവും ഒക്കെ ഉണർന്നു വരുമ്പോൾ അത് കാളിയുടെ താണ്ഡവമായിട്ട് കാണണം, അല്ലെങ്കിൽ നടരാജ താണ്ഡവമായിട്ട് കാണണം. പക്ഷെ നമ്മളങ്ങനെയല്ല കാണുന്നത്. അതിനെ ആടിത്തിമിർക്കാൻ അനുവദിക്കണം, പുറത്തേക്ക് വിടരുത്. അകത്ത് ആടിത്തിമിർക്കാൻ അനുവദിക്കണം. അത് ആടിത്തിമിർത്ത് തിമിർത്ത് തിമിർത്ത് അത് ശാന്തമാവും, അത് ശാന്തഭാവത്തിലെത്തും. പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ സാധകരല്ല. അകത്ത് നമ്മൾ ഇടപെടാതിരിക്കുമ്പോഴാണ് സാധകരാവുക.
നമ്മളൊന്നും ചെയ്യണ്ട. അതുകൊണ്ട് നമ്മളുടെ ബോധത്തിൽ ഒന്നും ചെയ്യണ്ട. നമ്മൾ ആകെ 2 കാര്യം മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നുള്ളതാണ്. ഒന്ന്, നാക്കിലൂടെ എനിക്കും മറ്റുള്ളവർക്കും അസ്വസ്ഥതയുണ്ടാക്കുന്ന വാക്ക് പറയാതിരിക്കുക. ചെവിയിലൂടെ എനിക്കും മറ്റുള്ളവർക്കും അസ്വസ്ഥതയുണ്ടാക്കുന്ന വാക്ക് കേട്ടതിന് അകത്തേക്ക് എടുക്കാതിരിക്കുക. ഇത് രണ്ടുമാണ് സാധന. ബാക്കി ഉള്ളിൽ എന്ത് സംഭവിക്കുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, ഇടപെടാതിരിക്കുക. കണ്ടുകൊണ്ടിരിക്കുക, അത് അവിടെ തന്നെ ആടിത്തിമിർത്ത് അടങ്ങട്ടെ. ഇതിനെയാണ് കാളി എന്ന് പറയുന്നത്. ഇതിനെയാണ് നടരാജ നൃത്തം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാറ്റിനും ദൈവഭാവം കൊടുത്തിരിക്കുകയാണ്. മായയ്ക്കും മായാവിക്കും മായാവിനോദനും ദൈവമാണ്. ആണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. നമ്മുടെ ഉള്ളിൽ ദേഷ്യം വരുമ്പോൾ ഇതാ ദേവി ഉണർന്നിരിക്കുന്നു. അല്ലാണ്ട് അത് ചെകുത്താൻ ഉണർന്നു എന്ന് പറയരുത്. ദേവിയാണ്. അത് നമ്മളിട്ട് കളിക്കും, നമ്മൾ പറയും പുറത്തേക്ക് വിടില്ല. ഉള്ളിൽ എന്ത് വേണമെങ്കിലും ആടിത്തുന്നു. അത് വാളെടുത്ത് തുള്ളിക്കോ, ഉള്ളിൽ തുള്ളിക്കോ. ചുമപ്പ് നിറ രക്തം ആണ്. വെട്ടിലും ആകെ കൊല്ലല് മാത്രമേ ഉള്ളൂ. കയ്യിലൊക്കെ തലയാണ്, ഒരുപാട് ആൾക്കാരുടെ തലയാണ് കയ്യിലൊക്കെ. നമ്മുടെ ഉള്ളിൽ അങ്ങനെയാണ്. അവനെ ചവിട്ടി അരയ്ക്കണം, മറ്റവൻ ചത്തുപോയാൽ മതി, ഒക്കെ പറഞ്ഞോട്ടെ. കണ്ടുകൊണ്ടിരിക്കുക. ഒരുപാട് ആൾക്കാരെ നമ്മൾ കൊല്ലും, സാരല്ല, അകത്തായിരിക്കണം, പുറത്ത് വരരുത്. നാക്കിലൂടെ പുറത്ത് വരരുത്. കാളി ആടി തിമിർക്കട്ടെ, നടരാജൻ ആടി തിമിർക്കട്ടെ. നമ്മൾ എല്ലാം ഒരു സാക്ഷിയായി നിസ്സംഗതയോടെ കണ്ടുകൊണ്ടിരിക്കുക. ഇതിനാണ് വാനപ്രസ്ഥിതി. അത് കുറച്ച് കഴിയുമ്പോൾ അടങ്ങും. അത്ഭുതകരമായി ശാന്തി നമ്മൾ ശരീരത്തിൽ അനുഭവിക്കും. എന്താണ് ഒരു ആട്ടം കഴിഞ്ഞാൽ ഒരു താണ്ഡവ നൃത്തമാണ്. ആന്തരികമായ താണ്ഡവ നൃത്തങ്ങളാണ് കാമക്രോധ ലോഭ മത മത്സര്യങ്ങൾ. പുറത്തേക്ക് വിട്ടാൽ അത് പോയി. ഇതാണ് നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി. അവസാനം ഈ എല്ലാ താണ്ഡവം അടങ്ങി കഥ തീരാറായി. അവസാനത്തെ കഥ ശാന്തം. എല്ലാ ഭാവഹാവാദികളിലൂടെയും ബോധം കടന്നുപോയി. അവസാനം നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമായിരുന്നു. ഒരു ശാന്തി. എന്നിട്ട് അത് അത്ര ആയിക്കഴിഞ്ഞാൽ ആ വെറുപ്പ് തോന്നിയ ആളെടുത്ത് നമുക്ക് പോയിരിക്കാം. അതുവരെ പുറത്തേക്ക് പ്രകടിപ്പിക്കാതിരിക്കണം. ഇതൊക്കെയാണ് നമ്മളുടെ ഋഷിമാര് ഉപനിഷത്തിലൂടെയും ഭാഗവതത്തിലൂടെയും രാമായണത്തിലൂടെയും മഹാഭാരതത്തിലൂടെയൊക്കെ പല കഥകളിലൂടെ പല ഇമേജുകളിലൂടെ, വിഗ്രഹം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിശേഷേണ ഗ്രഹിക്കുക എന്നാണ്. ഇപ്പൊ കാളി എന്ന് പറയുന്ന ഒരു വിഗ്രഹം നമ്മളുടെ ബോധത്തിൻ്റെ പ്രശാന്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോവാൻ, ആഴത്തെ ഗ്രഹിപ്പിക്കാൻ വിശേഷേണ രൂപപ്പെട്ടിട്ടുള്ളതാണ്. വിശേഷേണ ഗ്രഹിക്കുക എന്നുള്ള വാക്ക് വിഗ്രഹമാണ്. ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ വാക്കിനെ നിങ്ങൾ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, ഈ വാക്കിനെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ വാക്കിനെ ആരാധിക്കണം. എൻ്റെ ഉള്ളിലുള്ള ഒരു ആശയത്തെ വാക്കിലൂടെ ഞാൻ പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധയോടെ ആ വാക്കിൻ്റെ പിന്നിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനെ കേട്ടിരിക്കുമ്പോൾ നിങ്ങളൊക്കെ വിഗ്രഹാരാധകരാണ്. കാര്യം വാക്കില്ലാതെ ഞാനിവിടെ ഇരുന്നാൽ മനസ്സിലാവില്ല. ഞാൻ മിണ്ടാതിരുന്നാൽ നിങ്ങൾ പറയും പറേ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കണം. ഈ പറച്ചിലാണ് കാളി. ഈ പറച്ചിലാണ് ഈ ഇരിക്കുന്ന ചിത്രങ്ങളും. ഓരോ ചിത്രം ഓരോന്ന് പറയുന്നുണ്ട്. നമ്മൾ കുതിരപ്പുറത്ത് കയറി സഞ്ചരിക്കേണ്ടതുണ്ട്, അതുപോലെ ഓടക്കുഴൽ വായിക്കേണ്ടതുണ്ട്, കൃഷി ചെയ്യേണ്ടതുണ്ട്, ഒക്കെ നമ്മളുടെ ബോധത്തോട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. വില്ല് കുലക്കേണ്ടതുണ്ട്. നാട്ടുകാരെ വില്ല് വലിച്ചു കൊല്ലാനുള്ളതല്ല ഇത്. അവരവരുടെ ഗൃഹത്തിൽ ഞാൻ എന്നോട് ചെയ്യേണ്ട കാര്യങ്ങളായി ഈ വരച്ചു വെച്ചിട്ടുള്ള ചിത്രമൊക്കെ. ശംഖ് വേണം, ഗത വേണം, ദേക്കണ്ട ചവിട്ടി താഴ്ത്തേണ്ടതുണ്ട്, ഒരു കയ്യിൽ കയറുണ്ട്, കെട്ടേണ്ടതുണ്ട്, നിയന്ത്രിക്കേണ്ടതുണ്ട്, അറുത്ത് കളയേണ്ടതുണ്ട്, പരിപാലിക്കേണ്ടതുണ്ട്, മധുരം കഴിക്കേണ്ടതുണ്ട്, വേദമുണ്ട് ഒരു കയ്യിൽ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവുമ്പോഴാണ്
നമ്മൾ ഗൃഹസ്ഥനും വാനപ്രസ്ഥയാവുക. എങ്കിലാണ് നമ്മളുടെ ബോധത്തിൽ ധർമ്മം സ്ഥിതി ചെയ്യുന്നതാവുക. ഇതൊക്കെ നമ്മളുടെ ബോധത്തെ വിശേഷേണ ഗ്രഹിപ്പിക്കാനുള്ള ചിത്രങ്ങളാണ് ഇതൊക്കെ. ഈ ചിത്രമൊക്കെ പിന്നീട് വരച്ചതാ. ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു വെച്ചതാ, ബോധത്തെ പറഞ്ഞു വെച്ചതാ. നമ്മൾ അതിനൊക്കെ മനുഷ്യരൂപം കൊടുത്തതാണ് നമുക്ക് പറ്റിയ തെറ്റ്. ഇത് ഭാവങ്ങളാണ്, ബോധഭാവങ്ങളാണ് ഇതൊക്കെ. ഭാവങ്ങളെ മുഴുവൻ നമ്മൾ രൂപങ്ങളാക്കി. എന്താണ് ഇതിലൂടെ പറയാൻ ശ്രമിച്ചത് എന്നുള്ളത് മറന്നുപോയി. വിഗ്രഹത്തിലൂടെ ഒരാളും നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് അമ്പലത്തിൽ പോയി ഇടിച്ച് ക്യൂ നിന്നിട്ട് അവസാനം ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ എന്നിട്ട് കണ്ണടച്ചിട്ടാണ് നിൽക്കുന്നത്. എന്തൊരു വൈരുദ്ധ്യ! ഇത് കാണാനല്ലേ പോയെ? നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ക്യൂവിൽ നിന്ന് കുളിച്ച് ദൂരം പോയി ക്ഷേത്രത്തിൽ പോയി ഉള്ളിൽ കയറി. എന്നാൽ എന്തുകൊണ്ട് ഇവർക്ക് ഇതിനെ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ വെച്ചുകൂടെ ഈ വിഗ്രഹങ്ങളൊക്കെ? ഒരു ചെറിയൊരു വാതില്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മനുഷ്യർക്ക് ഒരാൾക്ക് പോലും നേരെ ചൊവ്വേ കാണാൻ പറ്റാത്തടത്താണ് കൊണ്ടുവച്ചിട്ടുള്ളത്. ഒരു യുക്തിയില്ലാന്നല്ലേ നമുക്ക് തോന്നുക. എന്നിട്ട് കഷ്ടപ്പെട്ട് അതിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ചെയ്യുന്നത് എന്താ? കണ്ണടച്ചിട്ട് നിൽക്കുക. ഇതാണ് തന്ത്രം, തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. തന്ത്രപരമായി, തന്ത്രം എന്ന് വെച്ചാൽ ടെക്നിക്ക് തന്നെയായിട്ട് അർത്ഥം. തന്ത്രപരമായി നമ്മളെ നമ്മളുടെ ബോധത്തിലേക്ക് എത്തിക്കാനുള്ള വിദ്യ ഋഷിമാർ ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. നേരെ ചൊവ്വേ നമ്മൾ പോവില്ല. പണ്ട് നമ്മുടെ ക്ഷേത്ര ശാസ്ത്രം അനുസരിച്ച്, നമുക്കറിയുമെന്നറിയില്ല, നമ്മൾ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്ര സന്ദർശനം നടത്താൻ വേണ്ടി പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ആരോടും സംസാരിക്കാൻ പാടില്ല. നമ്മൾ സംസാരം തുടങ്ങുക ഇവിടുന്ന. വീട്ടിൽ നിന്ന് കുളിച്ചിറങ്ങണം എന്നാണ് ആദ്യം. എന്നിട്ട് ഒന്ന് അമ്പലത്തിൻ്റെ അടുത്ത് കുളത്ത് വെച്ച് അവിടെ നിന്ന് കുളിക്കണം. എന്തുകൊണ്ടാണ്? ഒന്നും കൂടി ഫ്രഷ് ആക്കാനാണ്. അപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തുമ്പോഴേക്കും കുറേ ആൾക്കാരോട് സംസാരിച്ച് കുറേ കാലുഷ്യം ഉള്ളിലായിട്ടുണ്ടാവും. അവിടെ വന്നിട്ട് അവിടെ നിന്ന് കുളിക്കുക. കുളിച്ചു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ മൗനത്തിലാവും. ആ കുളിച്ച ആദ്യത്തെ 2 മിനിറ്റ് നമ്മൾ നല്ല ഫ്രഷാണ്. അങ്ങനെ വേണം ദേവനെ ദേവീനെ പോയി കാണാൻ. അപ്പം എന്നിട്ട് നമ്മൾ നേരിട്ട് പോകല്ല, വലം വയ്ക്കും. എന്തുകൊണ്ടാണ്? വലം വയ്ക്കുമ്പോൾ നമ്മൾ ഒരു വസ്തുവിൻ്റെ ചുറ്റും നടക്കുമ്പോൾ നമ്മളുടെ ബോധം ശാന്താവും. ക്ഷേത്രത്തിൻ്റെന്നല്ല, ഇവിടെ നമ്മുടെ ചെറിയ പ്രായത്തിൽ എല്ലാ കളിയും വട്ടത്തിൽ നടന്നിട്ടുള്ളതാണ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് വരെ മൗനത്തിലായിരിക്കണം എന്ന് നിർബന്ധം. എന്നിട്ട് മെല്ലെ നടന്നു വന്ന് നമ്മൾ വലം വെച്ച് ഉപദൈവങ്ങളൊക്കെ വലം വെച്ച് കണ്ട് ഇങ്ങനെ നടക്കുന്നതിനനുസരിച്ച് ആ മൗനം ആഴമാർന്നു വരും. അവസാനം മുഖ്യ പ്രതിഷ്ഠയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴേക്കും നമ്മുടെ കണ്ണടഞ്ഞു പോയിട്ടുണ്ടാവും. നമ്മളുടെ ബോധ കേന്ദ്രത്തിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ നടത്തിയിട്ടുള്ള തന്ത്രമാണിതെല്ലാം. അവിടെ ചെന്നിട്ട് നമ്മൾ നേരെ കണ്ണടച്ച് നിൽക്കുക. ഒന്ന് നോക്കി ഉടനെ കണ്ണടയ്ക്കും. എന്നിട്ട് നമ്മൾ പറയും നല്ല ദർശനം. എന്തിൻ്റെ ദർശനം? നമ്മൾ ആ കല്ലിനൊന്നല്ല നോക്കും. അതിൻ്റെ പിന്നിലുള്ള ചൈതന്യം നമ്മളുടെ ബോധത്തിൽ വിരിയും. അതിനെ നോക്കിയിട്ടാണ് പിന്നെ നിൽക്കണത്. കണ്ണടച്ച് നിൽക്കുമ്പോൾ അടുത്ത ആൾ ഒരൊറ്റടിയാ മാറിക്ക്, ഞങ്ങൾക്ക് ദർശനം നടത്തണം എന്ന് പറയും. അപ്പോഴേ നമ്മൾ ഉണരുക. ഓ ശരി, അപ്പോൾ നമ്മൾ മാറും. നമുക്കിപ്പോഴും 90% ആളുകൾക്കും ഇപ്പോഴും എന്താണ് ആരാധനാലയെന്നോ എന്താണ് ക്ഷേത്രമെന്നോ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്തിനാണെന്നോ എന്തിനാണ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ കുളം വെച്ചിട്ടുള്ളതെന്നോ എന്തിനാണ് ക്ഷേത്രത്തിൽ നാട്യം വെച്ചിട്ടുള്ളതെന്നോ കലകൾ വെച്ചിട്ടുള്ളതെന്നോ ഇതിൻ്റെ പിന്നിലുള്ള ബോധശാസ്ത്രം എന്താണെന്നോ ധാരണയില്ല. നമ്മളറിയാൻ ശ്രമിച്ചിട്ടില്ല. ബഹളമാണ്. നമ്മളെല്ലാറ്റിനെയും ബഹളത്തിലാക്കി മൗനത്തിലേക്ക്, നമ്മളുടെ ബോധത്തിൻ്റെ മൗനത്തിലേക്ക്. ശ്രീചക്രം എന്ന് പറയുന്ന ആ ഒരു ബോധത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിന് ഒരു ശ്രീചക്രം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും സംക്ഷിപ്ത രൂപമാണ് ശ്രീചക്ര ഉപാസന എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ബോധശാസ്ത്ര സംബന്ധിയായ പഠനത്തേക്കാൾ വെറും വിശ്വാസ സംബന്ധിയായ വൈകാരിക പഠനമായിപ്പോയി നമ്മുടെ. അത് മറ്റൊരു വിഷയമാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം പ്രഭാഷണം നടത്തുമ്പോൾ ക്ഷേത്രാരാധന എന്ന വിഷയത്തെക്കുറിച്ച് എനിക്കൊന്ന് ഒരു ടോക്കെങ്കിലും വേണം. അതിൻ്റെ ഒരു ഗുരുനിത്യയുടെ ഒരു പുസ്തകം തന്നെയുണ്ട്, ആൻ ഇൻ്റലിജൻസ് ഗൈഡ് ടു ഹിന്ദു റിലീജിയൻ എന്ന് പറഞ്ഞു. ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്, ഈ വിഗ്രഹങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രത്തെക്കുറിച്ചാണ്. അതിമനോഹരമായ പുസ്തകം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.
ഇനി എനിക്ക് നാളെ ഒരു ക്ലാസ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് 8:50 ട്രെയിനിൽ പോകേണ്ടി വരുന്നത്. ഇനിയും ഇത്രയും ശ്രദ്ധയോടെ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാൻ കാണിച്ച നിങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഈ ഒരു അന്തരീക്ഷത്തിന് കുറച്ചും കൂടി മെച്ചപ്പെട്ട മനുഷ്യരായി കുറച്ചും കൂടി ശ്രദ്ധയോടെ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഗുരുകാരുണ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത വർഷവും ഇവിടെ വരാനും കുറച്ചും കൂടി കൂടുതൽ ദിവസം നിങ്ങളോട് സംസാരിക്കാനും ഉള്ള അനുഗ്രഹം ഗുരുക്കന്മാർ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ശാന്തി ശാന്തി ശാന്തി.